ഒരു വേദഭാഗം വായിക്കാം. നമ്മളിന്ന് എടുക്കുന്നത് ജീവപുസ്തകം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആമേൻ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കണം. പാസ്റ്റർ സംസാരിക്കുന്ന കേൾക്കാനല്ല വന്ന്, ദൈവശബ്ദം കേൾക്കണം. കർത്താവ് നേരിട്ട് സംസാരിച്ചാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമ്മുടെ ആത്മാവ് ഇവിടെ നിന്നും യോഹന്നാനെ ആത്മവ്യവസ്ഥയിൽ എടുത്തുകൊണ്ട് പോയതുപോലെ കർത്തൃ ദിവസത്തിൽ ഇന്ന് കർത്തൃ ദിവസമാകുന്നു, കർത്താവിനെ ആരാധിക്കേണ്ട ദിവസമാകുന്നു. ഒരിക്കൽ സംഭവിച്ചെങ്കിൽ ഇവിടെ പറഞ്ഞ എബ്രായ ലേഖനം 13:8 യേശുക്രിസ്തുവിന്റെ രീതികൾക്ക് മാറ്റമില്ലെങ്കിൽ ഇന്ന് കർത്തൃ ദിവസത്തിൽ നാം കർത്താവിനോടൊപ്പം ആയിരിക്കും. ഈ ഭൂമിയിലല്ല, ഈ സഭയിലല്ല, ഇവിടുത്തെ ചെയറിലല്ല. ഇന്ന് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. എന്നാൽ ആത്മവിവശതയിലാകേണ്ടതുണ്ട്. ആത്മവിവശതയിലാകണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കണം. ഞാൻ ഏതുമില്ല കർത്താവേ, എനിക്ക് ഇന്ന് അങ്ങയോട് കൂടെ ചേർന്നിരിക്കണം. അതൊരു വല്ലാത്തൊരു ജീവിതമാണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എന്നാൽ പലപ്പോഴും ഞാൻ വീട് പോയി കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു യേശുവേ, പൂർണ്ണമായി ഞാൻ മടങ്ങി വരുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്ന അങ്ങയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ലോകത്തിലെ എല്ലാറ്റിനേക്കാൾ ഉപരിയായ ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ, ദൈവശബ്ദം കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ ആഴങ്ങളെ മർമ്മങ്ങളെ ഞങ്ങൾ ഗ്രഹിപ്പിച്ചു തരണമേ. പലപ്പോഴും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ലോകത്തിന് തന്നെ മൂന്നായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ കർത്താവെ, ചില സമയത്ത് വചനം വായിക്കുമ്പോൾ കർത്താവെ, എന്റെ പേർ മായ്ച്ച് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പേർ മായ്ച്ചു കളയാതെ എന്ന് പറയുമ്പോൾ പിതാവ് ഒരുവൻ ഇല്ലേ എന്ന് തോന്നിപ്പോകുന്നുവെങ്കിൽ അത് സംശയമാണ്. അത് വെച്ചുകൊണ്ടിരിക്കരുത്. കർത്താവിൽ ആശ്രയിക്കുക, കൃപയ്ക്ക് ആശ്രയിക്കുക, പൂർണ്ണമായും വിശ്വസിക്കുക. ആ പറഞ്ഞിരിക്കുന്നത് പിതാവ് എന്ന് പറയുമ്പോൾ വചനം തന്നവന്റെ സന്നിധി, പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മെ കുറിച്ചാണ്. അവിടെ യേശുവാണ് വചനം പറയുമെങ്കിലും യേശു നമ്മെ പോലെ ആയി, മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് അവനും ജഡരക്തങ്ങളോടുകൂടി ആയെങ്കിൽ അവനെ ക്രിസ്തു എന്ന് പറയുന്നെങ്കിൽ ക്രിസ്തു അഭിഷിക്തനാണ്. നാമം ക്രിസ്തു ആകുന്നു, ദൈവത്തിന്റെ ക്രിസ്തു. ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് ആദ്യമായി ഒരു സഭ വേണം, ഒരു ശരീരം വേണം. ആ ശരീരമാണ് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് യേശു നമുക്ക് വേണ്ടി ഒരുക്കിയ. നാം ആദ്യം വിശ്വാസ സ്നാനം സ്വീകരിച്ച ആ ശരീരത്തോട്, ആ ദൈവസഭയോടാണ് ചേരുന്നത്. അതുകൊണ്ടാണ് കൂട്ടായ്മയുടെ പ്രാധാന്യം. അതുകൊണ്ട് കർത്താവ് സാധാരണ ഇങ്ങനെ പറയുന്നല്ല, വചനം പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ പോലെ എന്ന് പറയുമ്പോൾ പള്ളിയിൽ ഇരിക്കുന്നവരെ പോലെ അല്ല, ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്. ജനമല്ലാത്തിരിക്കുന്നവരെ പോലെ നിങ്ങൾ സഭാരാധന ലക്ഷ്യമാക്കരുത്. അത് ദൈവം സംസാരിച്ചതാകുന്നു. ആ ദൈവത്തോടൊപ്പം ആത്മവിവശതയിൽ തന്നെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഇടപെടും, സംസാരിക്കും. അപ്പോൾ മനസ്സിലാകാം നാം ആ ശരീരത്തിന്റെ ഭാഗമായി. തലയിൽ നിന്നുള്ള സന്ദേശം ശരീരത്തിൽ ലഭിക്കണമെങ്കിൽ ഇത് രണ്ടും ഒന്നായിരിക്കണം. ഇതിനിടയിൽ ഒന്നാക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ലഭിക്കാത്തത് കൊണ്ടാണ് ശബ്ദം കേൾക്കാത്തത്, ഉറങ്ങുന്നവരെ പോലെ ആയിരിക്കുന്നത്. അങ്ങനെയല്ല, ആത്മാവിൽ കർത്തൃ ദിവസത്തിലായതുപോലെ ഓരോ സന്ദേശവും വായിക്കുമ്പോൾ ക്രിസ്തുവിൽ എന്റെ സ്ഥാനം കാണണം, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാകുന്നത് കാണണം. വചനം എഴുതിയ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് കൂടെ ചേർന്നിരിക്കണമെന്ന ദാഹത്തോടുകൂടെ ആണെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഇന്ന് വന്നത് വെറുതെ ആകില്ല. ഇല്ലെങ്കിൽ വെറുമൊരു ആരാധന, വെറുമൊരു ആചാരത്തിന് വേണ്ടി മാത്രം വന്നതായി പോകും. ക്രിസ്തുവുമായി ഒരു ബന്ധവും ഇല്ലാത്തതാകും. ഒരുപക്ഷെ നമ്മളെ ഈ വിശ്വാസം തെറ്റിക്കുന്നതിന് വേണ്ടി പലതും രാവിലെ വരുന്നതിന് മുമ്പായിട്ട് പല സംഭവങ്ങൾ ഉണ്ടാകാം, പല കാര്യങ്ങളും ഓർമ്മയിലുണ്ടാകാം. ഇപ്പോഴും അതെല്ലാം വിട്ടുകളയുക. പിശാചിന്റെ തന്ത്രങ്ങളാണ്. അത് നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അതിനെ ജയിക്കണം. ജയിക്കുന്നവന്റെ പേരാണ് ജീവപുസ്തകം മായ്ച്ചു കളയാത്തത്. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അങ്ങയുടെ ആത്മാവിനാൽ നമ്മുടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇരിക്കുക, എല്ലാവർക്കും ഇരിക്കുക. സക്കായി പറഞ്ഞു അല്പം കൊണ്ട് നോളി കൂട്ടാമോ? ഹൗളിംഗ് കേട്ടിട്ട് അല്പം കുറയ്ക്കും. മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നമ്മോട് സംസാരിക്കണം. പ്രാർത്ഥന സമയത്ത് പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു നിർത്തിയത്, ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്ന പലരും
പഴയ കാര്യങ്ങളാണ്. നമ്മുടെ കാര്യങ്ങൾ പിന്നെ എടുക്കാം. യേശുക്രിസ്തു വരുന്നതിന് മുമ്പുള്ള കാര്യം. ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്ന പലരും, അതായത് അവരുടെ കാര്യം ഫിനിഷ്, ഡിസ്ക്ലോസ്. ഒന്നുകിൽ പേരുണ്ട് ആയിരുന്നത് അന്ന് വരെ നിലനിന്നു. കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടി പുറപ്പെട്ടു വന്നതുവരെ ജീവപുസ്തകത്തിൽ പേർ മായ്ക്കാത്തവരാണ് ജയിച്ചവർ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഓരോ കാലത്തും ദൈവം നമ്മൾ ആദ്യം ലോകത്തിന്റെ കാര്യം നോക്കാം. ലോകപ്രകാരം നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ നമ്മൾ വഴിതെറ്റിപ്പോയ ആടുകളാണെന്ന് തിരിച്ചറിയുന്നത് നമ്മളല്ല. നമുക്ക് എപ്പോഴെങ്കിലും ബോധം വന്നിട്ടുണ്ടോ? പെന്തക്കോസ്തല, കത്തോലിക്കൽ, മാർത്തോമയിലായിരുന്നു. നമ്മൾ എന്താ കഴിക്കും? നമ്മൾ ദൈവസന്നിധിയിലാണ്, കർത്താവിന്റെ സന്നിധിയിലാണ്. പക്ഷെ നമ്മൾ തെറ്റിലാണെന്ന് മനസ്സിലാക്കിയത് കർത്താവാണ്. ആ കർത്താവ് തന്റെ വചനപ്രകാരം ഒരു വ്യക്തിയെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിട്ട് നമ്മോട് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ നമ്മോടൊപ്പം നമ്മൾ കേട്ടു, മറ്റുള്ളവരും കേട്ടു. നമ്മൾ കേട്ടതിനെ അവരോട് പറയുകയും ചെയ്തു. ഇന്നത്തെ മെസ്സേജ് എടുക്കുന്നുണ്ട്. അവരാരെയാണ് തള്ളിക്കളഞ്ഞത് ആദ്യം അറിയണം. ആദ്യം തള്ളിക്കളയുന്നത് നമുക്ക് കർത്താവിനെയാണ്. പക്ഷേ ഇന്നത്തെ മെസ്സേജ് പറയുന്നത് ഓരോ കാലത്തും മണവാട്ടിക്ക് ശുശ്രൂഷയുണ്ട്. അപ്പോ ഇപ്പൊ മാത്രമല്ല, പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്നത് ഈ അന്ത്യനാളിൽ മണവാട്ടിക്ക് ഒരു ശുശ്രൂഷ ഉണ്ട്. അതാണ് നമ്മൾ കൊണ്ടുകൊടുക്കുന്ന ട്രാക്ക്, സുവിശേഷം. നമ്മൾ മറ്റോട് പറയുന്ന സുവിശേഷം, മണവാട്ടിയാണ് അത് അറിയിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് മണവാട്ടിക്ക് ശുശ്രൂഷയില്ലേ? ഉണ്ട്. ഓരോ കാലത്തും ദൈവത്തിന്റെ സന്ദേശം ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിയിലൂടെ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയും കേട്ട് വിശ്വസിക്കുന്ന വ്യക്തികളും പോയി പറയും. ഇല്ലേ? നമുക്ക് ഇപ്പൊ സർക്കാർ ഒരു ആനുകൂല്യം നമുക്ക് തരുന്നു എന്ന് നമ്മൾ കേട്ടാൽ ചെയ്യും? ഞാൻ ആ ആനുകൂല്യം വാങ്ങിച്ച് മിണ്ടാതിരിക്കുകയില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരടുത്തും പറയും. ലോകത്തിന്റെ ക്രമം അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ പിതാവ് എന്നെ സങ്കടത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ജീവന്റെ മാർഗം, വഴി, വാതിൽ തുറന്നു നിന്ന് ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടും എന്നോടൊപ്പം ഉള്ളവരോ എന്റെ കൂട്ടുവിശ്വാസികളോ അല്ലെങ്കിൽ എന്നോടൊപ്പം ഇരുന്നവരോടോ ഞാൻ ഈ സത്യം പറയുന്നില്ല എങ്കിൽ ആ റിയൽ ഹോളി ഗോസ്റ്റ് ആണോ വന്നതെന്ന് പരിശോധിക്കുക. അതാണ് വന്നതെങ്കിൽ അത് പൊയ്ക്കൊണ്ടിരിക്കും. അതാരെന്ത് വഴക്ക് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കിയാലും പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടന്നെങ്കിലും പോയിരിക്കും. കാര്യം എന്താ? അതാണ് ആത്മാവ് വഴി നടത്തുന്നവർ. അല്ല പാസ് പറഞ്ഞല്ലേ ഇന്ന് കൊണ്ടുപോകാം, അങ്ങനെ കൊണ്ടുപോകരുത്, അങ്ങനെ സുവിശേഷം അറിയിക്കണ്ട. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ശക്തി ധരിക്കുവോളം നിങ്ങൾ ഇരിക്കണം. ശക്തി ധരിച്ചാൽ പിന്നെ ഇറങ്ങി പുറപ്പെടും. ഓക്കെ. അപ്പോ ഓരോ കാലത്തും മണവാട്ടിക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതത് കാലത്തുള്ള പുരോഹിതന്മാർ മാത്രമല്ല, അത് കേട്ട് വിശ്വസിച്ചവര് പോയി അറിയിക്കും. ആ വിശ്വസിച്ചവർ ഇപ്പോൾ ചെന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം തള്ളിയത് മണവാട്ടിയാണ് തള്ളിയത്. സന്ദേശത്തിലുണ്ട്. കാര്യം എന്താ? ഈ മണവാട്ടിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് കർത്താവ് തന്നെയാണ്. അവരാദ്യം കാണുന്നത് നമ്മുടെ ശരീരത്തെയാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തെ കാണുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനമെന്ന് കേൾക്കുമ്പോൾ അവർ തള്ളിക്കളയുന്നുവെങ്കിൽ ആദ്യം മണവാട്ടി, അതായത് എന്താ? ദൈവസഭയാണ് മണവാട്ടി. മണവാട്ടി ദൈവസഭയുടെ അംഗമാകേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ അവർ തള്ളിക്കളയുന്നു. അപ്പോൾ അവർ മണവാട്ടിയുടെ ഗണത്തിൽ വരുന്നതുമില്ല. വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു. ആത്മീക അന്ധരായി തീരുന്നു. അപ്പോൾ ഒരുപക്ഷെ ജീവപുസ്തകത്തിൽ പേരുള്ളവരാണെങ്കിലും പേർ മായ്ക്കപ്പെടുന്നു. ഏത്? അവസാനം വരെ അവർ വരുന്നില്ല എന്ന് കർത്താവിന് ആദ്യമേ കാണാൻ കഴിഞ്ഞാൽ അവരുടെ പേര് ജീവപുസ്തകത്തിൽ മാറ്റിക്കളയുന്നു. പക്ഷെ നമ്മളവിടെ ഇരിക്കും, പള്ളിയിൽ തന്നെ ഇരിക്കും. ഇന്ന് നമ്മൾ അറിയിച്ച എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ 3.5 ലക്ഷം ട്രാക്ട് കൊണ്ട് കൊടുത്തതില് ഇവരെല്ലാം ഇന്ന് പള്ളികളിലായിരിക്കുന്നില്ലേ? ഈ ജീവന്റെ വചനം അവർക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. അപ്പോൾ അവർ ആദ്യം ആരും തള്ളി? ദൈവത്തിന്റെ മണവാട്ടിയായ നാം ചെന്ന് അറിയിച്ച ഈ സന്ദേശം ആദ്യം മണവാട്ടി എന്ന ഗണത്തിലേക്ക് വരുന്നതിനായി ആദ്യം തള്ളി. അതിലൂടെ വാതിലടച്ചു. കർത്താവിനെയും അവര് വാതിൽ അടച്ചു പൂട്ടി. അവർ കർത്താവിനെ പുറത്താക്കി. കർത്താവ് അവരുടെ ഹൃദയത്തിൽ വരുന്നില്ല. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഈ ജീവപുസ്തകത്തിൽ പേരുള്ളവർ തന്നെയും ചിലപ്പോൾ നല്ല സംഘടനാ സഭയിലും തെറ്റായ വഴികളിലും തന്നെയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു കാലത്തികവിൽ കർത്താവ് അവരോട് വചനം അറിയിക്കുമ്പോൾ അവർ ആ വചനം ദൈവമാണെന്ന് തന്നെ പിടിച്ചെടുക്കും. അവരുടെ പേര് നിലനിൽക്കും. അല്ലാതുള്ളവരുടെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളയും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം അവസാനം പറഞ്ഞത്. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരുന്നവർ അക്കാലത്തുണ്ടായിരുന്ന സഭാവ്യവസ്ഥകളിൽ പങ്കുള്ളവരായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ? നമ്മളാണത്. നമ്മൾ എവിടെയായിരുന്നു? സംഘടനാ സഭയിൽ.
ഈ സംഘടനാ സഭയിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പേരെവിടെ ഉണ്ടായിരുന്നു? ജീവപുസ്തകത്തിൽ. എന്നാൽ കാലത്തികവിൽ കർത്താവിന്റെ സന്ദേശം നമ്മെ തേടി വന്നപ്പോൾ നാം അത് വചനമാണെന്നും അത് ക്രിസ്തുവാണെന്നും ബോധ്യപ്പെടുത്തി തന്നതും കർത്താവാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, മറ്റുള്ളവർക്ക് ദൈവം ബോധ്യമാക്കി കൊടുത്തില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, ഈ ബോധ്യമാക്കി തരാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ജ്ഞാനം ഉപയോഗിച്ചില്ല, ബുദ്ധി ഉപയോഗിച്ചില്ല. എന്റെ പാസ്റ്റർ, എന്റെ ബന്ധുക്കള്, അല്ലെങ്കിൽ എന്റെ ബുദ്ധി ഈ ലോകം മുഴുവൻ എങ്ങനെയോ എന്ന് പറഞ്ഞെങ്കിൽ എന്താകും? നോഹയുടെ കാലം പോലെ. വചനമാകുന്നു എന്ന് ഒരു എളിമയും താഴ്മയും ഉള്ളത് കൊണ്ട് ദൈവം നമുക്ക് ഹൃദയം തുറന്നു തന്നു. അങ്ങനെ ഉള്ളവരാണെന്ന് ദൈവത്തിന് മുന്നമേ അറിയാവുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലിട്ടിരുന്നത്. ഓക്കെ, അടുത്ത് ദൈവത്തെ ആധാരമാക്കിയുള്ള ഒരു സഭാവ്യവസ്ഥ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു എങ്കിലും അവർ വെളിപ്പാടില്ലാത്തവരായിരുന്നു. കാര്യം എന്താ? ദൈവം തന്റെ സഭയെ കെട്ടുന്നത് വെളിപ്പാടിലാണ്. വെളിപ്പാട് ഇവിടെയാണ്. പ്രവാചകനിലൂടെ, വില്യം മരിയം ബ്രൻഹാമിലൂടെ ദൈവം സംസാരിച്ച വചനത്തിന്റെ വെളിപ്പാടാകുന്നു മണവാട്ടി. അത് മണവാട്ടിയുടെ മന്നയാണ്. ഇതുകൊണ്ടാണ് മണവാട്ടി ജീവിക്കുവാനുള്ളത്. ഓക്കെ, എന്നാൽ ദൈവിക മർമ്മങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം അവർക്കും നൽകപ്പെട്ടിരുന്നു. അധികാരമുള്ള ഒരു ശുശ്രൂഷ അവർ നിർവഹിച്ചു. യേശുവിന്റെ നാമത്തിൽ രോഗികളെ അവർ സൗഖ്യമാക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ അവസാനം പണത്തിനും പദവിക്കും അവൻ യേശുവിനെ വിറ്റുകളഞ്ഞു. അപ്പോ ആരെ വിറ്റു? യേശുവിനെ. ഞാനെന്ത് വിചാരിക്കും? എന്നെ സംഘടനാ സഭ പഠിപ്പിച്ചല്ലേ, എന്റെ പാസ്റ്ററല്ലേ, പുരോഹിതനല്ലേ, ബൈബിൾ കോളേജിലെ പണ്ഡിതനല്ലേ, യേശുക്രിസ്തു നാമത്തിൽ അത്ഭുത അടയാളം വീര്യപ്രവൃത്തിയെ കൊണ്ട്, പക്ഷെ സ്നാനമില്ല, അല്ലെങ്കിൽ ഈ സന്ദേശം വേണ്ട, ഈ വചനം വേണ്ട, അല്ലെങ്കിൽ സഭയിൽ പോകണ്ട എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ ആരെ വിറ്റ് കളയുന്നു? യേശുക്രിസ്തുവിനെ തന്നെ വിറ്റ് കളയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് പെന്തക്കോസ്ത് വരെ അവർ കാത്തിരുന്നില്ല. ഇന്ന് സംഘടനാ സഭയിലുള്ളവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഒരു കൂട്ടർ നമ്മളിവിടെ ഉള്ളപ്പോൾ നമ്മളും അവരെ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് വേണ്ടി ആകർഷിക്കുന്നതിന് പോകുമ്പോൾ അവർ മുന്നേ കാത്തിരുന്നതല്ല. ഒന്ന്, അവർക്ക് ലഭിച്ചതിൽ തൃപ്തിയടഞ്ഞു. തൃപ്തിപ്പെടുന്നവൻ ദൈവത്തിനുള്ളവനല്ല. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് ആത്മീക മന്ന ലഭിച്ചത് പോരാ, കർത്താവേ കർത്താവേ എന്ന് ദാഹത്തോടു കൂടി ആയിരുന്നപ്പോഴാണ് കർത്താവ് തന്നെ വചനമാകുന്നവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്, നമ്മെ അത് തൃപ്തിപ്പെടുത്തിയതും. എന്നാൽ ഓക്കെ, അങ്ങനെ അങ്ങനെ അവന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. നിങ്ങളും ആ തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു കൊള്ളുവേൻ. കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വന്നു, നമ്മളെ കർത്താവ് നേടി ഇവിടെ കൊണ്ടുവന്നു. വീണ്ടും തെറ്റിപ്പോകുന്നവരെ പോലെ ആകരുത്. നിങ്ങളും ആ തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു കൊള്ളുവിൻ. പരിശുദ്ധാത്മാവിനാൽ യഥാർത്ഥമായി അഭിഷേകം ചെയ്യപ്പെട്ട യേശുവിന്റെ ശരീരത്തോട് ചേരുന്ന ഒരു വ്യക്തി എല്ലാ പ്രകാരത്തിലും വചനത്തിന് അനുസരണമായിരിക്കും. അപ്പോൾ ഇപ്പൊ കേട്ട പ്രകാരം നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് അങ്ങനെയല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ദൈവസഭയോട് ചേരുവാൻ, മണവാട്ടിയാകാൻ. അപ്പം ദൈവത്തിന്റെ പറഞ്ഞതാണ് യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്നവൻ, അതായത് ക്രിസ്തുവിന്റെ മണവാട്ടിയായവൻ ദൈവത്തിന്റെ ഓരോ എന്നാണ്, ദൈവത്തിന്റെ വചനമൊന്നല്ല, ദൈവത്തിന്റെ ഓരോ വചനത്തോടും അനുസരണ ഉള്ളവനായിരിക്കും. അപ്പൊ നമ്മൾ തെറ്റിപ്പോകുമ്പോഴും എന്റെ ഹൃദയത്തിൽ ഞാൻ അവിടെ ആയിരുന്നാൽ, ഇന്നിപ്പോ ചർച്ചിൽ വരാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാഹചര്യം ഉണ്ടായിട്ടും വരാതിരിക്കുമ്പോൾ അവിടെ സ്വസ്ഥമായിട്ടാണ് പോകുന്നതെങ്കിൽ വിചാരിച്ചോളം പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. വചനം പറയുന്നു. ഇനി പരിശുദ്ധാത്മാവാണ് വന്നതെങ്കിലോ എന്ത് ചെയ്യും? ഒരു അസ്വസ്ഥതയായിരിക്കും, അസ്വസ്ഥത, ബുദ്ധിമുട്ട്. അവിടെ നിന്ന് എന്താണോ വചനം എടുത്തത്, എന്താണോ കേൾക്കാൻ പറ്റിയില്ലല്ലോ, ഒരുപക്ഷെ ഇത് കഴിഞ്ഞ ഉടനെ വിളിക്കുക, സംസാരിക്കുക, ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് കിട്ടുകയോ, അല്ലെങ്കിൽ ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മെസ്സേജെങ്കിലും കേൾക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയോ ചെയ്യും. കാര്യം എന്താ? ഇത് ആചാരമാകരുത്. അകത്തെ ആത്മാവിന് അന്നത്തെ മന്ന കിട്ടിയില്ലെങ്കിൽ അത് വിഷമിക്കുന്നതാണ് നമ്മെ കൊണ്ട് ചെയ്യുക. അതാണ് ഒരു ഗർഭിണി ആ ശിശുവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് ആ അമ്മയോട് ചോദിക്കുകയും അമ്മ അത് വീട്ടുകാരോട് പറയുകയും വാങ്ങിച്ചു കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് അകത്തൊരു ജീവനുണ്ടെന്ന് കാണിക്കുന്നത് പോലെ ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ യഥാർത്ഥമായി അഭിഷേകം ചെയ്യപ്പെട്ട് യേശുവിന്റെ ശരീരത്തോട് ചേർന്ന, അതായത് ദൈവസഭയുടെ ഭാഗമായ അല്ലെങ്കിൽ മണവാട്ടിയായ ഒരു വ്യക്തി
എല്ലാ പ്രകാരത്തിലും എപ്പോഴും ഓരോ വചനത്തിനും അനുസരണമുള്ളവരായിരിക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു എന്നതിന്റെ തെളിവ്. നോക്കൂ, അനേകർ അതുപോലെ തന്നെ പരാജയപ്പെടുന്നു. യൂദായെ പോലെ. യൂദ എന്താണ്? ഈ അത്ഭുത അടയാളവും വീര്യപ്രവൃത്തിയും നടന്നു. അവൻ എവിടെയായിരുന്നു? നമ്മൾ എവിടെയായിരിക്കുന്നു? ദൈവസഭയിൽ, യേശുക്രിസ്തുവിനോട് ചേർന്ന്. യൂദ എവിടെയായിരുന്നു? ദൈവസഭയിൽ. ആ 70 പേരുടെ കൂട്ടത്തിലല്ല, ആ 70 പേർ വിളിക്കപ്പെട്ടവർ അനേകർ. തെരഞ്ഞെടുക്കപ്പെട്ടത് 12 പേർ. ആ 12-ൽ ഒന്ന് പിശാച്, യൂദയായിരുന്നു. അപ്പൊ ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നു എന്ന് വിശ്വസിച്ച് നടന്നവനും ഫലത്തിൽ പുറത്തായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളും ദൈവസഭയുടെ ഭാഗമായി ഇരിക്കുന്നു എങ്കിലും ഓരോ വചനവും വിശ്വസ്തയോടെ എന്റെ ജീവിതത്തിന്റെ എന്ത് പ്രശ്നമായാലും വിട്ടുകളഞ്ഞിട്ട് വചനത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിന് എന്നിൽ പ്രീതിപ്പെടുന്നത്. ദൈവം എന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തി അയക്കുന്നത്. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നല്ല, എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ശക്തി പുറപ്പെടുമെന്ന. അത് വേറെ ഒന്നുമല്ല, എന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നോക്കൂ, അനേകർ അതുപോലെ തന്നെ പരാജയപ്പെടുന്നു. വചനത്തിന് അനുസരണമായി പോകുന്നതിൽ അവർ പരാജയപ്പെടുമ്പോൾ അവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്നും നീക്കപ്പെടുന്നു. ഇങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവർ അവസാനം വരെയും അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ദൈവം പേര് മാറ്റിക്കളയും. ഇല്ല, ഒരിക്കൽ വന്നു, തെറ്റുപറ്റിപ്പോയി, 2, 3, 4 തവണ തെറ്റുപറ്റിപ്പോയി, ഏറ്റു പറഞ്ഞു, ഇനി അങ്ങനെ ആകില്ല എന്നതും കൂടെ കർത്താവിന് മുന്നമേ കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ പേര് നിലനിർത്തും. അല്ലാതെ ഇപ്പോ കർത്താവെ അങ്ങയുടെ വരവ് എപ്പോഴാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ പറയാണ് 2025 ഡിസംബർ 25-ാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് എല്ലാവർക്കും തോന്നുപോലെ ജീവിക്കാം. അന്നേ ദിവസം 24-ാം തീയതി ആവും ഭയങ്കര ഭക്തി കാണിച്ചാൽ മതി. അങ്ങനെയല്ല, ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും ഒരുങ്ങിക്കൊള്ളുവിൻ. ഒരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടാനല്ല. അപ്പൊ കർത്താവിന്റെ വരവ് വരെയും ഒരു മണവാട്ടിക്ക് ഒരുങ്ങുവാനേ ഉള്ളൂ. കാര്യം എന്താ? ഈ ലോകം മാലിന്യമാണ്. അതിനോട് ചേർന്നിരിക്കുമ്പോൾ ആ മാലിന്യം, ചിന്ത, മോഹം, ആഗ്രഹം, ഇഷ്ടം, എന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ബന്ധുമിത്രാദികളുടെ ചാർച്ചക്കാരുടെ ജീവിതത്തിന്റെ സാഹചര്യം, ഇതെല്ലാം എന്നെ ഈ ഒരുങ്ങുന്നതിൽ നിന്നും മാറ്റി നിർത്താം. അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, അതാ മെയിൻ ദൈവകൃപ. ആ കൃപ ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും കഴിയില്ല. എന്റെ ബുദ്ധിയിൽ നിന്നിട്ട് ഞാൻ മണവാട്ടിയാണെന്ന് പറഞ്ഞാലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുമില്ല. ഓക്കെ, ജീവപുസ്തകത്തിൽ നിന്നും പേർ നീക്കപ്പെടുന്ന കാര്യം കൂടുതൽ വ്യക്തമാകുന്നതിനായി നമുക്ക് പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ നോക്കാം. എത്രത്തോളം പ്രാധാന്യമാണ് നോക്കുക. മോശയുടെ കാലത്തെ ഇസ്രായേൽ ജനങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 30-ഉം 34-ഉം വാക്യങ്ങൾ. പിറ്റേന്നാൾ മോശ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. മോശ അല്ല പറയുന്നത്, മോശയിലൂടെ ക്രിസ്തു പറയാണ്. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 30 മുതൽ 34 വരെ. നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു. അതായത് മോശയുടെ കീഴിൽ ഏൽപ്പിച്ച ജനം തെറ്റ് ചെയ്തപ്പോൾ ആ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായിട്ട് മോശ കയറി പോവുക കാര്യമാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം? ഇവിടെ ആ മോശയുടെ സ്ഥാനത്ത് ആരാണ്? ആവർത്തന പുസ്തകം 18:18 എന്ന് പറയുന്നു, മോശ, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ മോശയുടെ മുമ്പിൽ ദൈവമാക്കിയ ജനത്തിന് മധ്യസ്ഥത വഹിക്കാൻ മോശ ദൈവത്തോട് അപേക്ഷിച്ച് ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് തന്നെയാണ് ഇന്നും. ഈ കാലത്ത് യേശുക്രിസ്തു നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് പാപക്ഷമ ചോദിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ആ പാപം ക്ഷമിക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊള്ളാം. മോശയുടെ കാലം നോക്കിക്കൊണ്ടിരിക്കാനല്ല, സത്യം അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതാണ് പാപം. നോക്കുക, ഞാനിപ്പോൾ യഹോവയുടെ സന്നിധിയിൽ കയറി ചെല്ലും, പക്ഷെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകുമെന്ന് പറഞ്ഞു. അത് മോശയുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. മോശയുടെ ഒരു ആഗ്രഹം എന്നേ പറയൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അറിയാമോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കണം. മോശ ശ്രദ്ധിച്ചു, നമ്മുടെ കാര്യം മനസ്സിലാക്കണം. ഒരു കൂട്ടം ജനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച് മോശയോടൊപ്പം ചേർത്തു. ഈ മനുഷ്യർ അതിക്രമം ചെയ്തു. ഇന്ന് നമുക്കെടുക്കാം.
ദൈവം കർത്താവ് യേശു ക്രിസ്തു വേറെ എന്ന് വിചാരിക്കും, നമുക്കതറിയാം. ആ ശരീരധാരിയായി വന്ന അതാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അയച്ച് നമുക്ക് വേണ്ടി ഒരു റോൾ മോഡൽ യേശു ക്രിസ്തു നിവർത്തിച്ചിരിക്കുകയാണ്. ആ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പാപം ചെയ്തു പോകുമ്പോൾ എന്ത് ചെയ്യും? കർത്താവ് മധ്യസ്ഥ വഹിക്കും. എന്ന് വെച്ചാൽ യേശു മധ്യസ്ഥ വഹിക്കുന്നതാണോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് വചനം. നമ്മൾ അപേക്ഷിക്കുമ്പോൾ, പാപപരിഹാര മാർഗം അപേക്ഷിക്കുമ്പോൾ ദൈവവചനത്തിൽ ചെന്ന് മുട്ടുകയാണ്. ഞാൻ ഒരു സിംബോളിക്കായിട്ട് പറയുന്നത്, ദൈവവചനത്തിൽ ചെന്നിട്ട് പരിശോധിക്കുക, ഈ വ്യക്തി പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണോ ഏറ്റു പറയുന്നത്, ക്ഷമിച്ചത്, നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ വരാതിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയത്, വചനവിരുദ്ധമായി ജീവിച്ചത് പൂർണ്ണ മാനസാന്തരത്തിലാണോ അല്ലയോ എന്ന് നമ്മുടെ അപേക്ഷ ഇവിടെ നിന്ന് ചെന്ന് മുട്ടുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന ദൈവവചനം പരിശോധിക്കുന്ന ദൈവവചനത്തിൽ പോയി പരിശോധിക്കുമ്പോൾ ദൈവവചനം എന്താകുന്നു? ദൈവം തന്നെയാകുന്നു. ആ ദൈവത്തിന് ഈ മാപ്പപേക്ഷ അല്ലെങ്കിൽ ക്ഷമയുടെ അപേക്ഷ നൽകിയ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കും. ഉൽപ്പറ്റി വന്നിട്ടാണോ, മുട്ടുമടക്കിയിട്ടാണോ, കരഞ്ഞിട്ടാണോ, നിലവിളിച്ചിട്ടാണോ, 10 പേരെ അറിയിച്ചിട്ടാണോ? ഇതൊന്നും ദൈവം നോക്കൂല. ഹൃദയം നോക്കും. പൂർണ്ണ വിശ്വാസത്തോടുകൂടെ പറ്റിപ്പോയി കർത്താവേ ക്ഷമിക്കണമേ, അങ്ങനെ ആ ഹൃദയത്തെ നോക്കിയിട്ട് ആ വചനമാകുന്ന കർത്താവ് ഇത് വ്യക്തമായും പൂർണ്ണ ഹൃദയത്തോടെ ആണെങ്കിൽ അതിനെ ക്ഷമിക്കും. ഓക്കെ, ഇല്ല എങ്കിൽ മോശ എന്ന് പറയാണ്, ശ്രദ്ധിച്ചോളാം ഇനി. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു വചനം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ശരിയായ മാനസാന്തരമാണെങ്കിൽ ദൈവം ക്ഷമിക്കും. ഇല്ല എങ്കിൽ ഈ പക്ഷപാതം ചെയ്യുന്ന സമയത്ത് ദൈവം എന്ന് പറയും, ഇല്ല ഞാൻ ക്ഷമിക്കില്ല. കാര്യം എന്താ? പൂർണ്ണ മാനസാന്തരമല്ല. മടങ്ങി വന്നോ എന്ന് നമ്മൾ പറയും, അല്ലേ? എനിക്ക് നമ്മൾ പശ്ചാത്തപിച്ച് വരെയാണ്, എനിക്കത് മനസ്സിലായി, ഞാൻ വീഴ്ചയിലായിരുന്നു, കർത്താവിന്റെ സ്ഥലം ഞാൻ വരുന്നു, അല്ലെങ്കിൽ ഞാൻ വചനം വായിച്ചില്ല, പാടിയില്ല, പ്രാർത്ഥിച്ചില്ല, വചനവിരുദ്ധമായിരുന്നു, പൂർണ്ണമായി മനസ്സിലായി എന്ന് പറഞ്ഞു വന്നാൽ പിന്നെ എന്താകും? പൂർണ്ണമായും ദൈവം ആദ്യം മുതൽ പറഞ്ഞത് പ്രകാരമായിരിക്കും. എങ്കിലേ ഈ അപേക്ഷ അവിടെ വചനത്തിൽ പോയി മുട്ടുകയുള്ളൂ. ആ വചനം, അതായത് അറക്കപ്പെട്ട കുഞ്ഞാട് നമ്മൾ എങ്ങനെയാണ് എടുക്കുക, ആ യാഗവസ്തു, അത് പാപപരിഹാര മാർഗം, അപ്പോൾ അത് വചനം ദൈവമാകുന്നു. ദൈവം തന്നെ ഹൃദയം നോക്കുമ്പോഴത്തേക്ക് അല്ല, ഇനിയും ഇത് തെറ്റിപ്പോകും, ഇതൊരു സ്ഥിരം പരിപാടിയാണ്, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും തള്ളിക്കളയുന്ന ഒരാളാണ് എങ്കിൽ അത് ക്ഷമിക്കില്ല. ദൈവം ആദ്യോട് നമ്മളിപ്പം സക്കായി ബ്രദറിന് ഒരു കാര്യം നമ്മൾ തെറ്റ് ചെയ്തപ്പോൾ എന്നോടൊന്ന് ക്ഷമിക്കുകയാണെങ്കിൽ ശരി, ഓക്കെ സഹോദരൻ, ശരി. വീണ്ടും ഇത് ആവർത്തിക്കുന്നെങ്കിൽ ദൈവമാണെങ്കിൽ അറിയാൻ പറ്റും, എന്നാൽ ശരി, ഓക്കെ. പക്ഷെ അപ്പോഴെന്തായിരിക്കും? ദൈവസന്നിധിയിലല്ല, ഇരിക്കുന്ന സഭയിലായിരിക്കാം. നമ്മൾ പൂർണ്ണമായും ക്ഷമിച്ചു എന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോൾ ആ വചനം തന്നെയായ ദൈവം എനിക്ക് വേണ്ടി ആ പാപക്ഷമ അർപ്പിക്കും, അതായത് ക്ഷമിക്കും. ഇവിടെ മോശയുടെ മുമ്പിലാക്കിയിരുന്ന ജനം തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കാൻ പോകണം. ശ്രദ്ധിക്കുക. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് വചനം അങ്ങനെ വചനം എടുത്തോ ആരെങ്കിലും? കാര്യം എനിക്ക് വചനം എടുക്കാൻ ആവർത്തന പുസ്തകം 32 30 മുതൽ. പുറപ്പാട് പുസ്തകം ചിലപ്പോൾ പ്രിന്റിങ്ങിൽ തെറ്റ് വരാം, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞതല്ലേ, ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. ശ്രദ്ധിക്കാം. പിറ്റേന്നാൾ മോശ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു, ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും, പക്ഷെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട്
എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം. എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്നരുളി ചെയ്തു. കണ്ടോ മോശയുടെ ദാഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം ഏൽപ്പിച്ച ജനം തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മോശ ഹൃദയനുറുക്കത്തോടുകൂടെ താൻ നഷ്ടപ്പെട്ടു പോയാലും വേണ്ടില്ല, ഈ ജനം നഷ്ടപ്പെട്ടു പോകരുതെന്ന ആ ഹൃദയ വാഞ്ച ഒന്ന് ആലോചിച്ചത്. നമ്മൾ സ്വർഗീയ പ്രവേശനം ഇല്ല എങ്കിലും വേണ്ടില്ല, ആ ജനം ദൈവജനമാണ്, അവർ പോകട്ടെ എന്ന് നിരൂപിച്ചുകൊണ്ട് മോശ പറഞ്ഞപ്പോൾ ദൈവം ഹൃദയങ്ങളെ നിരൂപിക്കുന്നവൻ. മോശയുടെ ഹൃദയം മാത്രമല്ല ദൈവം കണ്ടത്. നമ്മളാണെങ്കിലോ നമ്മുടെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് നിലവിളിച്ച് ക്ഷമ ചോദിക്കുന്നവന്റെ ഹൃദയം മാത്രം കാണും. വേറൊരു വ്യക്തിക്കാണെങ്കിൽ ദൈവം അവരുടെയും ഹൃദയം കാണുന്നു. നോക്കൂ, അവർക്ക് വേണ്ടി ഒരു പശ്ചാത്താപം അവർക്കില്ലായിരുന്നു. അവർക്ക് വേണ്ടി മോശയ്ക്കുണ്ടായിരുന്നു. അവർക്ക് ഒരു മാനസാന്തരവും വന്നിട്ടില്ല, പശ്ചാത്താപവും വന്നിട്ടില്ല. അവർ മടങ്ങി വരികയുമില്ല. ഒരുപക്ഷെ മടങ്ങി വന്നാൽ തിരികെ പോവുകയും ചെയ്യും. ഇത് കർത്താവിന് മുന്നമേ കാണാൻ കഴിയുന്നുള്ളതെന്ന് പറഞ്ഞത് ഇല്ല. അവരുടെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയും. അവർ തെറ്റിപ്പോയപ്പോൾ ജീവന്റെ അംശം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായ ഒരേ ഒരു വ്യക്തി മോശ. ഇന്നും ദൈവം ഈ കാലത്ത് വില്യം മരിയം ബ്രൻഹാമിനെ അയച്ചിട്ട് ആ വ്യക്തിയിലൂടെ ദൈവം സംസാരിക്കാനുള്ള കാരണം നമ്മൾ ഉൾപ്പെടെ എല്ലാവരും തെറ്റിലായിരുന്നു എന്ന് വില്യം ബ്രൻഹാമിന് അല്ല അറിയാമായിരുന്നത്, കർത്താവിന് അറിയാമായിരുന്നു. ആ കർത്താവ് കണ്ടിട്ട് ഒരു വ്യക്തിയെ, മോശയെ പോലെ ഒരു പ്രവാചകൻ വിളിച്ച് വേർതിരിക്കുകയാണ്. ഒരു പ്രവാചകനെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച സന്ദേശം കേട്ടു നിൽക്കുന്ന നമ്മൾ പൂർണ്ണ ഹൃദയത്തോടുകൂടെ മാനസാന്തരപ്പെടാതെ ആണെങ്കിൽ നമ്മൾ പുരോഹിതനോ അല്ലെങ്കിൽ സഭയോ ഒരുമിച്ച് പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും ദൈവം കാണില്ല. ദൈവം വ്യക്തികളുടെ ഹൃദയത്തെ നോക്കും. ആർക്ക് വേണ്ടിയിട്ടാണ് ആ വ്യക്തി മാനസാന്തരപ്പെട്ടോ മടങ്ങി വരാൻ താല്പര്യമുള്ളതാണോ അതോ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണോ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. പെട്ടുപോകുമ്പോൾ അതൊന്ന് സാധിച്ചു തരാൻ വേണ്ടി നിലവിളിക്കും. അപ്പോഴും അതിനോടൊപ്പമാണ് എന്റെ ഹൃദയമെങ്കിൽ കർത്താവ് കേൾക്കില്ല, അതങ്ങനെ പോകും. അപ്പോഴും നമ്മൾ ജീവിതത്തിൽ നിന്ന് പേർ മാറ്റപ്പെടാതെ പൂർണ്ണമായും കർത്താവിനോട് കൂടി ചേർന്ന് നിൽക്കുക. അതല്ല തോറ്റു പോകുന്നു എങ്കിൽ ദൈവം പേര് മായ്ക്കുക തന്നെ ചെയ്യും. അപ്പോൾ മോശ പോയി ചെന്ന് പറഞ്ഞിട്ടും, ഒരു ദൈവ പുരുഷൻ ചെന്ന് പറഞ്ഞിട്ടും കേൾക്കാത്തതിന്റെ കാരണം എന്താണ്? ആർക്കു വേണ്ടി അപേക്ഷിച്ചുവോ ആ വ്യക്തിയുടെ മാനസാന്തരം പൂർണ്ണമല്ല. അല്ലാതെ മോശയെ ദൈവം കേട്ടില്ല എന്നുള്ളതല്ല. ആർക്കാണോ കാരണം എന്താ? നമ്മളിവിടെ എടുത്തതാണ്. മോശെ ദൈവം സംസാരിക്കുമ്പോൾ അത് ഇടിമുഴക്കം പോലെ കേൾക്കുന്നു. ഞങ്ങൾ മരിച്ചു പോകും, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം സംസാരിക്കേണ്ട, നീ സംസാരിച്ചാൽ മതി. അതായത് ദൈവ ശബ്ദം കേട്ടാൽ ഒരുവൻ മരിക്കണമെന്നത് ദൈവ ഇഷ്ടം. മരണം എന്താണ്? വേർപാട്. ഇന്നും നമ്മൾ സഭയിലായിരിക്കുന്നു. എന്തിനാണ്? ഞാൻ ഇന്നലെ വരെ ആയിരുന്ന രീതിയിൽ ജീവിക്കാനാണ് എങ്കിൽ ഇന്നിവിടെ വരണ്ട. ഞാൻ എപ്പോഴോ എവിടെയോ തെറ്റിപ്പോയി കർത്താവേ, ഇനിയും എനിക്ക് ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം എനിക്ക് വേണം. ആ വചനം എന്നത് ശബ്ദം എന്റെ പാപത്തിൽ നിന്നുള്ള ഒരു അന്തരം വരുത്തും. ഇനി ഞാൻ പഴയതുപോലെ പോകില്ല. എനിക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ഒരു മരണം എനിക്ക് വേണം. ലോകപ്രകാരം എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മോഹങ്ങളും മരിച്ചിട്ട് ക്രിസ്തുവിലാണെങ്കിൽ ഇതെല്ലാം നിലനിർത്തി തരുവാനും കഴിവുള്ള കർത്താവ് തന്നെ എനിക്ക് മതി എന്ന ഒരു മരണവും അതിനോടൊപ്പം പൂർണ്ണമായും മരിപ്പിച്ചു എങ്കിലേ ദൈവം ഒരു ജീവൻ നൽകുകയുള്ളൂ. നമുക്കാണെങ്കിൽ എന്താ പറയാം, ഒരാൾ എന്നോട് സഹായം ചോദിച്ചു, ഞാൻ കൊടുക്കില്ല എന്ന് കണ്ടു. കാര്യം എന്താ? അവർ അവിശ്വാസത്തിലാണ്. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യും? എന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും, കണ്ണീരൊഴുക്കുമ്പോൾ ഞാൻ വരും, കർത്താവേ ക്ഷമിച്ചു, ഞാൻ എന്ത് ചെയ്യും? സാമ്പത്തിക സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടുന്ന സഹായം ചെയ്യും. അപ്പോഴും പൂർണ്ണതയിലാണോ എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ കർത്താവിന്റെ സന്നിധിയിലാണെങ്കിൽ കർത്താവ് പൂർണ്ണമായി മനസ്സിലാക്കും. പൂർണ്ണ മാനസാന്തരവും പശ്ചാത്താപത്തോടു കൂടി അല്ല എങ്കിൽ ആ നിലവിളിക്ക് ഒരു പ്രതികരണം ഉണ്ടാകില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എവിടെ നിന്ന്? വചനത്തിൽ നിന്ന് അകലെയായി തന്നെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എവിടെ ഇരിക്കും? സഭയിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ ഒരു മരണം, ലോകസംബന്ധമായ പാപസംബന്ധമായ പൂർണ്ണമായ ഒരു മരണം നടന്നാലേ ഒരു ജീവൻ ദൈവം നൽകുകയുള്ളൂ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു പറഞ്ഞു, ദൈവം പറഞ്ഞു, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുക തന്നെ ചെയ്യും. എന്താണ് പാപം? അവർ മാനസാന്തരപ്പെടാത്തതല്ല. നമ്മളിപ്പോ ഇത്രയും മാനസാന്തരം
ആ മാനസാന്തരം എന്താ, എവിടെ വരുന്നു? ഞാൻ തെറ്റിലാണ് എന്നത് ബോധ്യം വരുമ്പോഴാണ് പശ്ചാത്താപവും മാനസാന്തരവും വരുന്നത്. അപ്പൊ അവര് തെറ്റിലാണെന്നുള്ള സന്ദേശം അവരെ അറിയിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ഞാൻ ഇതേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് ബാക്കി സഭയ്ക്ക് വേണ്ടി പറയുകയാണ്, അവര് പശ്ചാത്താപവും മാനസാന്തരവും കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ദൈവം അവരുടെ പാപം ക്ഷമിച്ചില്ല എന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. പക്ഷെ കുറച്ചുകൂടെ മുമ്പേ പോയാൽ ഈ പശ്ചാത്താപവും മാനസാന്തരവും കറക്റ്റ് അല്ല എന്ന് പറയണമെങ്കിൽ ദൈവത്തിന് തന്റെ വചനം അറിയിക്കാതെ ശിക്ഷിക്കാൻ പറ്റുമോ? അതിനെ കർത്താവ് പറഞ്ഞു, ലോകത്തിന്റെ അടുത്തോളം പോയി അറിയിക്കാൻ. അറിയാതിരുന്നാൽ എങ്ങനെ ശിക്ഷിക്കും? അറിയും തോറും പാപം വർദ്ധിക്കുന്നു, എന്നാൽ അറിയും തോറും ജീവൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. വിശ്വസിച്ചനുസരിക്കുന്നവന് ജീവനും വിശ്വസിച്ചനുസരിക്കാത്തവന് പാപവും. അപ്പൊ ഈ ജനം പശ്ചാത്താപവും മാനസാന്തരവും കറക്റ്റ് അല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ആ അവരെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ അത് ദൈവത്തിന് അനീതിയാണ്, അത് ചെയ്യരുത്, അതിനെ പൊട്ടിച്ചു കളകാന്ന് പറഞ്ഞു. കേട്ടില്ല. എന്ത് ചെയ്തു മോശ? എന്ത് ചെയ്തെന്ന് അറിയാമോ? അതിനെ ചുട്ട് ഭസ്മമാക്കിയിട്ട്, ഒരിടത്ത് പറയുന്നു കലക്കി അവരെ കൊണ്ട് കുടിപ്പിച്ചു, വേറൊരിടത്ത് പറയുന്നത് അവ ചുട്ട് കലക്കി ഭസ്മമാക്കി തോട്ടിൽ ഒഴുക്കി കളഞ്ഞു വന്നു. തോട്ടിൽ ഒഴുക്കി കളഞ്ഞാൽ ആ ഒഴുക്കിയ വെള്ളം ഒരു ഭാഗത്ത് ഒഴുക്കിയിട്ട് അതിനെ തന്നെ കോരി എടുത്തോളം കുടിപ്പിക്കുക. എന്തായാലും അവരെ കുടിപ്പിച്ചു എന്ന് പറയുന്നു. എന്താ? അവരുടെ പാപം. അതാ എന്റെ സന്ദർശന നാളിൽ അവരുടെ പാപം അവരുടെ ഉള്ളിൽ നിലനിൽക്കും. അത് അവരെ കൊണ്ട് കുടിപ്പിച്ചു. അപ്പോൾ അവരുടെ വചനം അല്ലെങ്കിൽ ശരിയായത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവരുടെ ഹൃദയം എവിടെയായിരുന്നു? ദൂരെ. നാളത്തെ ജീവിതം എങ്ങനെ, നാളെ എങ്ങനെ, എന്റെ ബന്ധുക്കൾ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, എന്റെ ജീവന കാര്യങ്ങൾ എന്താകും? ഇരിക്കുന്നത് എവിടെ? ദൈവത്തിന്റെ സഭയിൽ. ഹൃദയം മുഴുവനും വെളിയിൽ. അതും നിലനിൽക്കില്ല. പുറത്തുള്ളത് പൂർണ്ണമായി മരിപ്പിച്ചിട്ട് ദൈവത്തിന്റെ വചനം എന്ന ജീവൻ പ്രാപിക്കാൻ ഇതിനകത്തിരിക്കുമ്പോൾ ആത്മാവ് ഉണർന്നിരുന്നാൽ ലോകപ്രകാരം മരിച്ചിട്ട് സ്വർഗീയ വചനപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ കേൾക്കുകയും പറയുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിന്റെ ചിന്തകളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കും. ജീവൻ പ്രാപിക്കില്ല. ഇവിടെ നോക്കൂ, ലോകത്തിന്റെ കാര്യം പൂർണ്ണമായി മരിപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇവിടെ ദൈവം അത് കേൾക്കാത്തതിന്റെ ഉദ്ദേശം എന്താണ്? അവരാദ്യമേ പറഞ്ഞ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണ്ട. കണ്ടോ? അപ്പൊ നമ്മൾ മരിക്കാതിരിക്കേണ്ടതിന്. അപ്പൊ അവർക്ക് എവിടെ ജീവിക്കണം? ലോകപ്രകാരം ജീവിക്കണം. ദൈവസംബന്ധമായി വചന സംബന്ധമായി മരിക്കാനും ഇഷ്ടമില്ല, ജീവിക്കാനും ഇഷ്ടമില്ല. ഇത് മുൻകണ്ട ദൈവമാണ് പറഞ്ഞത്, അവരുടെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ മായ്ക്കുക തന്നെ ചെയ്യും. നിന്നോട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോ. നോക്കൂ, ദൈവത്തിന്റെ വചനം ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോഴും ഹൃദയം അകലെ ആയിരിക്കുന്നവരിവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ദൈവം അത് പറഞ്ഞത്. ആരാണെന്ന് എനിക്കറിയില്ല. അത് നിലനിൽക്കുന്നതല്ല, അതെല്ലാം കത്തിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ദൈവം കത്തിക്കാൻ വെച്ചിരിക്കുന്നതിലാണ് എന്റെ ഹൃദയം കൊടുത്തിരിക്കുന്നതെങ്കിൽ എവിടെയാണ് എന്റെ നിക്ഷേപം? അവിടെയാണ് എന്റെ ഹൃദയം. അതിനെ റെഡിയാക്കി തരുവാൻ ശക്തനായ ദൈവത്തിലാണ് എന്റെ ഹൃദയം. ഈ വചനം തന്നെ, ഈ വചനത്തിലാണ് എന്റെ ഹൃദയമെങ്കിൽ അവിടെ ഇപ്പോഴേ കെട്ടുകളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്താൽ കർത്താവ് അതിനെല്ലാം ക്രമപ്പെടുത്തി. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുന്നതാണ്. നമ്മൾ അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. കർത്താവിന്റെ പുറകോട്ട് പോവുകയില്ല. ഇരിക്കുന്നത് ആലയത്തിലുമായിരിക്കും. കർത്താവേ സ്തോത്രം. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം. എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപങ്ങൾ അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. ഇതിൽ നിന്നും ജീവപുസ്തകത്തിൽ പേരുകൾ മുമ്പും നീക്കം ചെയ്യപ്പെട്ടു എന്നും ഇനിയും നീക്കപ്പെടുമെന്നും വ്യക്തമാകുന്നില്ലേ? നോക്കൂ, നമ്മൾ ഒരു കാര്യം ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കണേ. നമ്മൾ ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ഇതുപോലത്തെ എവിടെയെങ്കിലും സഭയിലോ മലമ്പ്രദേശങ്ങളിലോ മരത്തിന്റെ മൂടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലോ ഒക്കെ ആയിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ അവിടെ പറയുന്നത് ദൈവവചനമാണ്. അന്ന് മോശയുടെ കാലത്ത് നമ്മളെ പോലെയൊന്നുമല്ല. നമ്മളിത് പോയി അധ്വാനിക്കണം, തിന്നണമെങ്കിൽ. അവർക്ക് അധ്വാനമൊന്നുമില്ല. രാവിലെയും വൈകുന്നേരം 3 നേരം സുഭിക്ഷമായ ആഹാരം, വസ്ത്രം മുഷിഞ്ഞില്ല, ചെരുപ്പ് തേഞ്ഞില്ല, എല്ലാ തരത്തിലും സുഭിക്ഷമായി കൊടുത്തിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ അവരെത്ര അലക്ഷ്യമായിരുന്നിട്ടുണ്ടാവും. നമ്മളോ എന്റെ ജീവിതത്തിനും എന്റെ മക്കളുടെയും കുടുംബത്തിന്റെ എന്റെ ഭാവിക്കും വേണ്ടി ഞാൻ തന്നെ കരുതണം. അതിന്റെ ഇടയിലും കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ച് അന്ന് അവരോട് പറഞ്ഞപ്പോൾ കേൾക്കാത്ത ജനത്തെ കൊന്നുകളഞ്ഞ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ വിശ്വസിച്ച് ജീവനിലേക്ക് പോയിരിക്കുന്നവരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാനും അന്ന് അവരിരുന്നത് പോലെ എന്റെ ശരീരം കൂടെയുണ്ട്, എന്റെ ഹൃദയം മുഴുവനല്ലോ ദൈവം കത്തിക്കാൻ വെച്ചിരിക്കുന്നത്. എന്റെ ബന്ധം, സ്വന്തം, ജാതി, മതം, ബന്ധുമിത്രാദികൾ അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നാണ് നിരൂപണമെങ്കിൽ എനിക്കെന്ത് മനസ്സിലായി? ഞാൻ എന്ത് ക്രിസ്തുവിനെ അറിഞ്ഞു?
അന്ന് അവര് നഷ്ടപ്പെട്ട അതേ സ്റ്റേജിൽ തന്നെയല്ലേ ഇന്നും പോകുന്നത്. അന്നും ഒരു ആലയം ഉണ്ടായിരുന്നു, ഇന്നും ഒരു ആലയം ഉണ്ടായിരുന്നു. അന്നും ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇന്നും ദൈവത്തിന്റെ വചനം പറഞ്ഞു. അന്ന് കേട്ടവൻ ജീവനിലേക്കും, കേൾക്കാത്തവൻ മരണത്തിലേക്കും, ഇന്നും കേട്ട് വിശ്വസിക്കാത്തവൻ മരണത്തിലേക്കും, വിശ്വസിച്ചവൻ ജീവനിലേക്കും. അതെപ്പോഴും ചെറിയൊരു കൂട്ടമായിരിക്കും. കർത്താവേ സ്തോത്രം. അപ്പോൾ കേൾക്കാത്തവന്റെ പേരന്ന് മായ്ച്ചുവെങ്കിൽ ഇന്നും പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ മായ്ച്ചു കളയും. പല പല ആവർത്തിയായിട്ടും നമ്മൾ മാനസാന്തരപ്പെട്ട് വരുന്നില്ല എങ്കിൽ എന്റെ കോപം, എന്റെ വാശി, എന്റെ ബുദ്ധി, എന്റെ പാരമ്പര്യമാണ് എന്നെ നിലനിർത്തുന്നതെങ്കിൽ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തായി പോകും. ഞാനിങ്ങനെ പറയുന്നത് കഠിന വാക്കായി പോയി, ആകെ കുറച്ച് ജനമേ ഉള്ളൂ, വന്നിട്ട് അവരെല്ലാം ഓടിച്ചു വിടാനാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, യേശുവിന്റെ വരവിന് തൊട്ടു മുമ്പ്, അത് യേശുവിന്റെ വരവിന് തൊട്ടു മുമ്പ് 4000 വർഷമുണ്ട്. തൊട്ടു മുമ്പല്ല, യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് 4000 വർഷമുണ്ടായിരുന്നു. ഈ 4000 വർഷത്തിലും ദൈവം ഉപയോഗിച്ച പ്രകാരമുള്ള ആത്മാവിന്റെ പ്രവൃത്തി അല്ല ഏലിയാവിനുണ്ടായിരുന്നത്. എന്താ ഏലിയാവിന് എന്താ? ഇനി സമയമില്ല, അത്രത്തോളം ചുരുങ്ങിയിരിക്കുന്നു. വേദനിക്കപ്പെടാതെ പതുക്കെ തട്ടി തലോടി പറഞ്ഞുകൊണ്ട് പോകേണ്ട സമയമില്ല. കാര്യം എന്താ? ന്യായം വിധിക്കുന്നവൻ കാഴ്ചയിൽ വന്നിരിക്കുന്നു. അല്പം കൂടെ കഴിഞ്ഞാൽ അവൻ ക്രൂശീകരിക്കപ്പെടും. അതുവരെ ഉള്ളവരുടെ പാപങ്ങൾ അടയ്ക്കപ്പെടും. ഒന്നുകിൽ ന്യായവിധിക്കായി, ഇല്ലെങ്കിൽ ജീവനായി. അപ്പൊ അതുകൊണ്ട് പിന്നെ അവരോട് സൗമ്യമായി സംസാരിക്കാൻ സമയമില്ല. പഴയ കാലത്ത് പറഞ്ഞതുപോലെ കാലങ്ങൾ വർഷങ്ങളും ഇല്ല. അപ്പോൾ യേശുവിന്റെ വരവിന് തൊട്ടു മുൻപേ അയച്ച ഏലിയാവ് ഇത്ര കഠിനമായി പറയാനുള്ള കാരണം, വല്ല പ്രകാരവും വേദനിച്ചാലും വേണ്ടില്ല, കയറിക്കൊള്ളുക ബോട്ടിൽ. നോഹയുടെ കാലം പോലെ പെട്ടെന്ന് കയറിക്കൊള്ളുക. എത്ര ദിവസം ഉണ്ടായിരുന്നു നോഹയുടെ കാലത്ത്? വെറും 7 ദിവസം. 7 ദൈവത്തിന്റെ പൂർണ്ണത. പെട്ടകത്തിൽ കയറിയ ശേഷം വേണമെങ്കിൽ അവർക്ക് മഴയ്ക്ക് മുമ്പായിട്ട് കയറാം. പക്ഷെ യഹോവ വാതിലടച്ചു. അപ്പോൾ അവിടെ 7 ദിവസം കഴിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത്. ഇതുവരെ നോഹയുടെ കാലവും അതുപോലെ തന്നെ യേശുവിന്റെ വരവിൽ രണ്ടാമത്തെ കാലത്തും ഇന്ന് ഇത്ര കഠിനമായി പറയേണ്ട ആവശ്യത. ഈ കാണുന്ന സഭകളിൽ ഇരിക്കുന്നവർ എല്ലാം വിശ്വാസിയാണ്, മണവാട്ടിയാണ്, വിശുദ്ധരാണെന്ന് പറഞ്ഞു കരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടും ഇവിടെയും എന്റെ ജീവിതം അവരെക്കാൾ വളരെ സ്ലോ ആയിട്ടാണെങ്കിൽ എന്റെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ എന്താ വ്യത്യാസം? അവർ ഞായറാഴ്ചയുടെ ഭക്തിയോടെ ഭയങ്കര വെപ്രാളത്തോടു കൂടി, ശനിയാഴ്ച മുതലേ വെപ്രാളമാണ് അവർക്ക്. വെള്ളിയാഴ്ച വരെ തുടങ്ങും, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. നമുക്കോ? നമ്മൾ പെട്ടകത്തിനകത്ത് കയറി എന്നാണ്. പക്ഷെ കയറിന്റെ സമയമായോ ഇല്ലയോ എന്ന് ജീവിതം കൊണ്ടാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഇന്നും വില്യം മാരിയം ബ്രൻഹാമിനെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചതിനെ ഈ സന്ദേശത്തിലും ഇങ്ങനെ തന്നെ പറയും. ഇപ്പൊ പലരും ഇവിടുന്ന് പോയവരുണ്ട്, എത്രയോ പേര് ഇവിടുന്ന് പോയി അല്ലെ? ഒരുപാട് പേര് പോയി. ഈ പോയവരൊക്കെ എന്തുകൊണ്ടാ പോയത്? അവരുടെ ലൈഫ് ഈ കാലത്തിന്റെ വെളിപ്പാടിനോട് യോജിക്കുന്നതല്ല. അവരെവിടെ പോയിരുന്നാലും നമുക്ക് മോശയെ കുറിച്ചുള്ള പ്രബോധനം വായിച്ചു നോക്കുക. മോശയിലൂടെ ദൈവം ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? മറ്റൊരു സഭ ഉണ്ടാക്കി, എംബ്രോസും അഗ്നാസും. എന്നിട്ട് വേറൊരു ആലയം ഉണ്ടാക്കി അവിടെ പോയിരുന്ന് ആരാധിച്ചു. ദൈവം മുഴുവൻ പോന്നു. ദൈവം ഒരുവനെ ഉപയോഗിച്ചു, ആ ദൈവത്താൽ അല്ലാതെ ഉപയോഗിക്കാതെ ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന ധാരണയോടുകൂടി എവിടെ പോയിരുന്നാലും ശരി തന്നെയാണ്. ഇത് ദൈവവചനം. പണ്ട് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇപ്പോഴും സംഭവിക്കണം. മോശയുടെ കൂടെ നിന്ന് എല്ലാം കേട്ട് പഠിച്ചിട്ട് അവർ പോയി ദൈവഹിതമല്ലാതെയാണ് പുറത്തു വരുന്ന ആരാധിച്ചത്. ദൈവം മുഴുവൻ വരും കുന്നുകളഞ്ഞു. പക്ഷെ അവിടുത്തെ ജീവിതവും വിശ്വാസവും രീതിയും കൊടുക്കൽ വാങ്ങൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ജീവിതത്തിന്റെ അനുഗ്രഹം, നന്മ എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. എന്താ? ജീവന്റെ മന്ന അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. മോശയോടൊപ്പം എംബ്രോസും എന്നോസിനെ വിശ്വസിച്ച് കൂടെ നിന്നവർക്കും ആഹാരം കിട്ടിയല്ലോ. വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ലേ? അപ്പൊ ഇവിടെയും ഇതുപോലെ കഠിനമായി പറയുന്നു എങ്കിൽ അത് ശരിയല്ല എന്ന് വിചാരിച്ചാൽ എന്ത് വിചാരിക്കണം? ഈ കാലത്ത് ദൈവത്തിന്റെ പദ്ധതിയാണ്. 2000 വർഷം മുൻപ് പറഞ്ഞതുപോലെ കത്തോലിക്ക, മാർത്തോമാ, CSI, ലൂതർ മിഷൻ ഇവരോട് പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല. വെളിപ്പാട് പുസ്തകം 10:6 എന്ന് പറയുന്നു, ഇനി കാലം ഉണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കാര്യം പറയാം. ഒരു ഡാമിന്റെ ഒരു കീഴിൽ നമ്മൾ നിൽക്കുകയാണ്. ഡാം തുറന്നു എന്ന് മാതാവിനും പിതാവിനും മനസ്സിലായി. കുഞ്ഞുങ്ങൾ ഈ കനാലിൽ നിൽക്കുകയാണ്, കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? കേറെ ഡാം തുറന്നു, വെള്ളം വരുന്നുണ്ട്, കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ കളിച്ചോണ്ടിരിക്കുകയാണ്.
നമ്മളിത് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവോ? എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് എനിക്ക് ഇത്ര വെപ്രമുള്ളെങ്കിൽ ഞാൻ ചാടി ഇറങ്ങിയിട്ട് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞ് അടിച്ച് ഉപദ്രവിച്ച് കഠിനമാണ്. ഉപദേശം കഠിനമാണ്. കാര്യം എന്താ? സമയം തീർന്നുപോയി. അതുപോലെ ഇന്ന് കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു. ആർക്കറിയാം? നമുക്കറിയാം. അവര് അറിയുന്നു പറയുന്നു. പ്രവാചകനിലൂടെ അടയാളത്തിന്റെ ശബ്ദം എന്നൊരു മെസ്സേജ് വായിച്ചു നോക്കുക. അടയാളം വരുന്നതിന് മുമ്പ് അടയാളം കാണുന്ന അവിശ്വാസിക്കാം. യെരുശലേം ദേവാലയം തകർന്നു നോക്കിക്കൊണ്ടത് അവിശ്വാസിയാണ്. വിശ്വാസിക്ക് ശബ്ദമാണ്. കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിലെ ഒരു മന്ത്രി, ഒരു 4-5 മാസം മുമ്പും ഇസ്രായേലിന്റെ ആഭ്യന്തര മന്ത്രി ആ അൽ-അഖ്സ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചിരിക്കുന്നു. ഈ അൽ-അഖ്സ പള്ളി വെച്ചിട്ട് 1500 വർഷമായി. ഈ 1500 വർഷം കൊണ്ട് ഇന്ന് വരെ ഒരു യഹൂദൻ അതിനകത്ത് സന്ദർശകർക്ക് പോവാം, പക്ഷെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ അധികാരമില്ല. അവർ നിയമം വെച്ചു. കർത്താവിന്റെ വരവിന് മുമ്പ് നടക്കേണ്ട സംഭവമാണ്. യേശു പോയി 2000 വർഷമായി. ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോൾ പള്ളി പൊളിച്ചു. 1500 ശേഷം പള്ളി മുസ്ലിം അൽ-അഖ്സ പള്ളി വന്നു. ഈ 1500 വർഷം കൊണ്ടും ഒരു യഹൂദൻ അതിനകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടില്ല. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ ആഭ്യന്തര മന്ത്രി സന്ദർശിക്കാനെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് അതിനകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് പുറത്തു വന്ന് പറഞ്ഞു, ഞാൻ അതിനകത്ത് കയറി പ്രാർത്ഥിച്ചു. യഹൂദൻ പ്രാർത്ഥിക്കാൻ പാടില്ല. യഹൂദൻ ഇതാണ് മുൻമഴ. അത് സംഭവിച്ചു. അടുത്ത് പറയാണ്, ഞങ്ങൾ ആലയം പിടിച്ചെടുത്തിരിക്കും. ഇന്നലെ സിറിയയുടെ കുറച്ച് ഭാഗം, കുറച്ച് ഗോലാൻ കുന്നുകൾ അവിടെ പിടിച്ചെടുത്തിരുന്നു, നേരത്തെ എടുത്തിരുന്നു. ഇപ്പോൾ സിറിയ ബാസർ ആസാദ് അവിടെ പോയതിനു ശേഷം അത് പൂർണ്ണമായും ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തു. ഇപ്പോൾ ഇസ്രായേൽ അവിടെ കെട്ടിടം പണിത് അവിടെ ജനത്തെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ അവിടെ എവരുടെ സ്വന്തം രാജ്യം എന്ന് പറയുന്നത് അവിടെ ടൂറിസ്റ്റുകൾ അനുവദിച്ചിരിക്കുന്നു. ഇന്നലത്തെ വാർത്തയിൽ പറയുന്നു, അത് സിറിയയുടെ ഭാഗം ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ അയക്കുന്നതല്ല, ഇസ്രായേലിലെ ജനത്തെ ഇസ്രായേലിന്റെ രാജ്യത്തിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇതാണ് ഗ്രേറ്റ് ഇസ്രായേൽ. ബൈബിൾ എടുത്ത് നോക്കുക. ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം വരും. ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, സിറിയ ഉണ്ട്, ബാഗ്ദാദ്, അമ്മാൻ, ജോർദാൻ, ഇതെല്ലാം പണ്ട് ദൈവം വാഗ്ദത്തം കൊടുത്തതാണ്. ഏകദേശം 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇപ്പൊ ഏകദേശം 2300 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. 2.5 ലക്ഷം അവിടെ കിടക്കുന്നു, 2500 അവിടെ കിടക്കുന്നു. അത്ര ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലുള്ളൂ. അത് മുഴുവൻ പിടിച്ചെടുക്കും. ഇന്നലെയാണ് അവർ അവിടെ സന്ദർശകരെ അയച്ചിട്ട് പറയാണ്, ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്കാണ് അയക്കുന്നത്. 2000 വർഷം മുമ്പ് നടക്കാത്ത കാര്യമാണ്. ഗ്രേറ്റ് ഇസ്രായേൽ ഇനിയും പിടിച്ചെടുക്കും. ഇറാന്റെ കുറച്ച് ഭാഗം പിടിച്ചെടുക്കും, ഇറാഖിന്റെ ഭാഗം പിടിച്ചെടുക്കും. ഇനിയും ബൈബിളിലുണ്ട്. ബൈബിളാണ് നിവർത്തിയാവുന്നത്. ഇത് അടയാളം അവിശ്വാസിക്ക് വെച്ചിരിക്കുന്നതെന്ന്. വിശ്വാസിക്കോ ഇത് നടക്കുമെന്ന ദൈവ ശബ്ദം വചനമായിട്ടുണ്ട്. ഈ വചനം അടയാളത്തിന്റെ ശബ്ദം, ഒരു മെസ്സേജ് നമുക്കുണ്ട്. അടയാളം അവിശ്വാസിക്കും. ശബ്ദം ആദ്യം വരുന്നത് എന്താണ്? ആദ്യം വരുന്നത് ശബ്ദമാണോ അടയാളമാണോ? അടയാളം ആദ്യം വരും, ശബ്ദം പുറകിൽ വരും. ഇത് വില്യം മരിയം ബ്രൻഹാമിനെ വിളിച്ച് വേർതിരിച്ചപ്പോ തലയിൽ ഒരു ആകാശ വില്ലോല ഇതുണ്ടല്ലോ, ഇതല്ല വേറെ ഒന്നുണ്ടായിരുന്നു, പിച്ചറിയില്ല ഇവിടെ നമുക്കറിയാലോ. അത് 7 സഭയുടെ ഏഞ്ചൽമാർ വന്ന് സംസാരിച്ചിട്ട് മേഘം പോലെ വന്നിട്ട് അത് മടങ്ങിപ്പോകുന്ന സമയത്ത് തലയിൽ ആകാശവില്ല്, വെളിപ്പാട് 10 പറയുന്ന തലയിൽ ആകാശവില്ല് പോലെ ഒരു രൂപം അവിടെ വന്നു. അത് വയ്ക്കാം. ആ ആകാശവില്ല് പോലെ രൂപം വന്ന ശേഷം അതെല്ലാം കണ്ട് പിന്നെ അതിൽ ചർച്ചിലിരുന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഫോട്ടോ അവരവിടെ വെച്ചിരുന്നു. എന്താണെന്ന് അതിനുശേഷമാണ് അതിനകത്ത് കർത്താവിന്റെ ഒരു തല സഭയിലുള്ളവർ കണ്ടത്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ തിരിഞ്ഞ് അവർക്ക് കാഴ്ച കണ്ടാണ് കർത്താവിന്റെ ഒരു രൂപം അവിടെ കണ്ടു. അടയാളം ആദ്യവും, ശബ്ദം പിന്നീട്. അതിലൂടെ ദൈവം സംസാരിച്ച ശബ്ദമാവുന്നു നമ്മുടെ മെസ്സേജ്. അടയാളം അവിശ്വാസിക്കും, ശബ്ദം മണവാട്ടിക്കും. അപ്പോൾ പ്രവാചകനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലമെല്ലാം നമ്മൾ ഇവിടെ എടുക്കാൻ ഒരു പ്രിന്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്രായേലും സഭയും എന്നൊരു മെസ്സേജ് പ്രവാചകൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറപ്ഷൻ ഉണ്ട്. അതിനകത്തും പറയുന്നുണ്ട് ഇത് പിടിച്ചെടുക്കും. എപ്പോൾ? യേശുവിന്റെ വരവിന് തൊട്ട് മുമ്പ്. ഞാൻ ജീവിക്കുന്നത് ഇനിയും 150 വർഷം ജീവിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കർത്താവൻ അവിശ്വാസികൾ പോലും അവരുടെ വചനം അവർ നിവൃത്തിയാക്കുന്നു. വിശ്വാസിയോ? ഇതാണ് പറയുന്നത്, കാള തന്റെ ഉടയവനെയും കഴുക തന്റെ യജമാനെയും പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അകൃത്യഭാരം. എന്താ അകൃത്യഭാരം?
ദൈവത്തിന്റെ വചനം വന്നിട്ടും അതിനെതിരെ നിൽക്കുന്ന അകൃത്യ ഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ. വേണ്ട, ദൈവത്തിന്റെ മക്കളല്ല, ദുഷ്പ്രവർത്തിക്കാര, ദുഷ്ടനാര, പിശാച്. അപ്പൊ സഭയിൽ ഇരുന്നിട്ട് വചനം വിശ്വസിക്കുന്നില്ല, അനുസരിക്കുന്നില്ലെങ്കിൽ പിശാചിന്റെ മക്കളെന്നാ ദൈവം പണിയിരിക്കുന്നത്. ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ദൈവമാരെന്നറിയുന്നില്ല. ഈ വചനമാണ്, ദൈവത്തിന്റെ വചനം ദൈവമാണ്. അത് എന്റെ അടുക്കിലേക്ക് വരുമ്പോൾ എന്റെ ജീവന കാര്യങ്ങളും ഭക്തിയും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സമൂഹവും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ലോകപ്രകാരമല്ല ബലഹീനതകളും നോക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്ത് വിശ്വാസമാണ്? ഇന്നിപ്പം ബ്രദറിന്റെ അവിടെ ആരും വന്നിട്ടില്ല, അവർക്ക് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. വരാൻ കഴിയാത്തവർക്ക് വചനത്തിൽ കേൾക്കാം, ഫോണിലൂടെ എങ്ങനെ വിളിച്ച് കേൾക്കാം. അകത്തെ ആത്മാവ് അവരെ മാത്രമല്ല ആരായാലും ശരി തന്നെ. ഇന്ന് അകത്തെ മനുഷ്യന് ആഹാരം കിട്ടിയില്ലെങ്കിൽ അത് അടങ്ങിയിരിക്കുമോ? നമ്മളെ കൊണ്ട് വെപ്രാളപ്പെടുത്തൂലേ? ഓക്കെ, അപ്പൊ അടയാളം ആദ്യം വരും ശബ്ദം, പിന്നീട് വരും ശബ്ദം വരുന്നത് മണവാട്ടിക്ക്. യേശു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അതാണ് അടയാളം ആ കാലത്തിന്റെ. ആ അടയാളം ആദ്യം വന്നു, അതിനുശേഷം ആ ശരീരത്തിലൂടെ ശബ്ദം പുറത്തു വന്നു. അവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി. അടുത്ത് യേശു പോകുന്ന സമയത്തുള്ള അടയാളം എന്താണ്? അടയാളം ശരീരം. അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. ആ അടയാള പ്രകാരം അവരെ വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവിനെ അയച്ച് അവരിലൂടെ ഇതേ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ശബ്ദം വന്നു, അവരെ അടയാളം അവിശ്വസിക്കുക. ശരീരം നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞ സ്നാനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് യേശു ക്രിസ്തു പറഞ്ഞത് മതി. ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഇതേ വ്യക്തി തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പത്രോസിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ശബ്ദം വന്നപ്പോൾ മണവാട്ടി തിരിച്ചറിഞ്ഞു, അടയാളം കണ്ടപ്പോൾ അവിശ്വാസി തെറ്റിപ്പോകുന്നു. ഇന്നും ഓരോ പ്രവാചകൻ പറയുന്നതാണ്, ഓരോ സമയത്തും വചനം കേൾക്കുമ്പോൾ ഭയങ്കര തീക്ഷ്ണതയോടുകൂടെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ട് അല്പ കഴിയുമ്പോൾ തന്നെ ഇട്ടുടയ്ക്കും. അതിന് പ്രതികൂലമായി നിൽക്കുന്നവനോട് ശക്തി വർദ്ധിപ്പിക്കുന്നു. എപ്പോഴും എബ്രായ ബാലന്മാർക്ക് 7 ഇരട്ടി വർദ്ധിപ്പിച്ചോലെ. ഒരിരട്ടിയാണ് വർദ്ധിപ്പിച്ചെങ്കിൽ അവർക്ക് എടുത്തിട്ടാൽ നമുക്ക് ചാടി അങ്ങ് പോവാം. 7 ഇരട്ടി ചെല്ലുമ്പോൾ തന്നെ കരിഞ്ഞു പോകും. കൊണ്ടുപോയവരെ വെന്തുപോയി, എന്നിട്ടും അവർ അവിശ്വസിച്ചില്ല. മണവാട്ടിയുടെ ശോധനയാണ്. നമുക്കോ ചെറിയൊരു പ്രശ്നം വന്നാൽ അതിൽ വീണുപോകും. ഓക്കെ, ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ അഗ്നിസമ്പത്തിലൂടെയുള്ള നേതൃത്വം തള്ളിക്കളഞ്ഞിട്ട് സ്വർണ്ണ കാളക്കുട്ടി ആരാധിച്ചപ്പോൾ അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്തു. എന്തിനാണ് അത് ശ്രദ്ധിച്ചോ? ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ അഗ്നിസ്തംഭത്തിലൂടെ, ഇന്നും നമുക്കും ഒരു അഗ്നിസ്തംഭം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ആ പ്രവാചകന്റെ മുദ്ര തുറക്കുന്നത്. ഇതെല്ലാം അവിശ്വാസികൾക്ക് ഒരു പുച്ഛമായിരിക്കും. ഇതെന്താ അവർ ഈ പറയുന്നത്? കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭ ഇത്രയും വിശുദ്ധന്മാരുണ്ടായിട്ട് അവരിലൂടെ സംസാരിക്കാതെ ഒരു സൂചന പോലും കിട്ടാതെ ഒരു വില്യം മരിയം ബ്രൻഹാമും ഒരു അഗ്നിസ്തംഭവും മേഘസ്തംഭവും അയാളിലൂടെയാണ് വിളിച്ചത് മണവാട്ടി. ഇതൊക്കെ കേൾക്കുമ്പോൾ അരോചകം തോന്നുന്നുവെങ്കിൽ നമുക്ക് തോന്നിയില്ലല്ലോ. തോന്നിയോ? നമുക്ക് ഇതല്ല വിഷയം. ആ വ്യക്തിയിലൂടെ സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദമാണ്. അതാണ് ആടുകൾ തിരിച്ചറിയുന്നത്. അല്ല പത്രോസിനെ നോക്കിക്കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ ജനം തന്നെ വില്യം മരിയം ബ്രൻഹാം എന്ന ശരീരം നോക്കിക്കൊണ്ട് വേണ്ട എന്ന് പറയുമെങ്കിൽ നിങ്ങൾ ഒരേ കാറ്റഗറിയിൽ തന്നെയാണ്. ദൈവത്തിന്റെ ആടല്ല, അതാ പറഞ്ഞത്. ദൈവത്തിന്റെ ആടാണെങ്കിൽ ഏതൊക്കെ വേഷം ധരിച്ച്, ഇപ്പൊ എന്റെ പപ്പ ഏതൊക്കെ വേഷം ധരിച്ചു വന്നാലും അമ്മ ഏതൊക്കെ വേഷം ധരിച്ചു വന്നാലും ഒന്ന് ശബ്ദിച്ചാൽ എനിക്ക് തിരിച്ചറിയാം. എന്താ? അതാണ് മക്കളും അപ്പനും അല്ലെങ്കിൽ മക്കൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഈ ജനമെല്ലാം ദൈവമക്കൾ എന്ന് പറയുന്നു. ദൈവം തന്നെ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തിട്ട് അവരിലൂടെ സംസാരിച്ചത് അത് പത്രോസാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട എന്ന് പറയുന്നെങ്കിൽ അവർ ദൈവശബ്ദം കേട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല. ദൈവത്തിന്റെ ആടല്ല. ദൈവത്തിന്റെ ആടാണെങ്കിൽ ഈ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമെന്ന് പത്രോസിനോട് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാകും. മനസ്സിലാകത്തുണ്ട് വേറൊരുവിന്റെ ശബ്ദം. നമ്മളോ അന്യനെ വിട്ട് ഓടിപ്പോയി. എവിടെ? അന്യൻ പെന്തക്കോസ്ത് സഭയായിരുന്നു. അതുകൊണ്ട് ഓടിയിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവർ അന്യനെ അനുഗമിക്കാതെ എന്റെ വചനം കേൾക്കും. ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ച് ജീവിതത്തിൽ പേരുള്ളവരെ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവയ്ക്ക് മുമ്പായി ഞാൻ വഴി നടത്തും. അതാ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം. അപ്പോൾ സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എന്നത് പത്രോസ് പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നാലും അത് പരിശുദ്ധാത്മാവ് ആരാണ്? ഞാൻ, പുത്രൻ പറയണേ യേശു, ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. എവിടെ എടുക്കുക? യേശു പറയുന്നു പോയി മടങ്ങി വരുന്നു. പുത്രൻ തന്നെ പോയി മടങ്ങി വരികയാണ്. ഇപ്പോൾ ഇത് ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു. അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് പത്രോസിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആര് സംസാരിച്ചു?
ഇതേ യേശു ക്രിസ്തു തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്നാനമേൽപ്പിന് എന്ന് പറഞ്ഞത് ആരാണ്? അതേ കർത്താവ് തന്നെ. പിശാച് എന്ത് ചെയ്തു? ഇതിനെ മൂന്നാക്കി. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോയാലും ആക്ഷരികമായിട്ട് എടുത്തിട്ട് അവർ മൂന്നാക്കും, ആത്മീയമായി ഒന്നാക്കില്ല. അവർ മരിച്ചവരാ, ദൈവത്തിന്റെ ജനമല്ല, അവർക്ക് ശബ്ദം കേട്ടുള്ള പരിചയമില്ല. ഓക്കെ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിനായി പിന്തിരിഞ്ഞ് നമുക്ക് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന പറഞ്ഞാൽ പത്രോസിനെ പറഞ്ഞത് വേണ്ട, യേശു പറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ അവർ വിഗ്രഹാരാധികളാണ്. കത്തോലിക്ക മതം, പെന്തക്കോസ്ത് എന്താണ്? ദൈവമാണ് സംസാരിച്ചതെന്ന് ബോധ്യമായാൽ അതിൽ കയറി പിടിച്ചോളൂ. പത്രോസിലല്ല, ഇനി ആര് പറഞ്ഞാലും ശരി, ദൈവമാണ് പറഞ്ഞതെങ്കിൽ ദൈവം ഉപയോഗിച്ച ശരീരമല്ല വലുത്, ശബ്ദം തിരിച്ചറിഞ്ഞത് ആരാണ്? എന്റെ ആടുകൾ. അപ്പൊ ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളൊന്നും ദൈവത്തിന്റെ ജനമല്ല. ദൈവത്തിന്റെ ജനമാണെങ്കിൽ പത്രോസിനോട് സംസാരിച്ച് ദൈവത്തോടാണെന്ന് മനസ്സിലാക്കി അതിൽ കയറി പിടിക്കും. അപ്പോഴെന്തുണ്ടാവും? എന്റെ നാമനിമിത്തം പഴി ദൂഷി നിന്ന പരിഹാസം ഉണ്ടാകും. എന്തുകൊണ്ട്? അന്നുണ്ടായിരുന്ന ഏറ്റവും മോശമായ ഒരു വ്യക്തി. മറിയ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കുമായിരുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞെങ്കിൽ കേൾക്കുമായിരുന്നു. പത്രോസ് എന്താ? ആ 120 കൂട്ടത്തിൽ ഒരിക്കലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് ജീവപുസ്തകത്തിൽ പേർ മാറ്റി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വേറെ, പിതാവ് വേറെ, പരിശുദ്ധാത്മ വേറെ എന്ന് പറയുന്നവൻ, ദൈവം വേറെ എന്ന് പറഞ്ഞിട്ടും യേശു വേറെ എന്ന് പറഞ്ഞിട്ടും ഇവർ ആരാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ. ഒന്നാമത്തെ കൽപ്പന തന്നെ ലംഘിച്ചിരിക്കുന്നു. ദൈവത്തെ അല്ലാതെ മറ്റാരെ ആരാധിക്കരുത്. അവരുടെ വായ കൊണ്ട് വേറെ എന്ന് പറയുന്നത് കൊണ്ട് വിഗ്രഹാരാധിയാണ്. നമ്മൾ വല്ല പ്രകാരം പിന്തിരിഞ്ഞ് അവരുടെ ഇടയിലോ അവരുടെ ഉപവാസ പ്രാർത്ഥനയെന്നോ അവരുടെ ആരാധനയെന്നോ വീട്ടിൽ വെച്ച് നടത്തിയിരുന്നാലോ ദൂരെ വെച്ച് നടത്തിയിരുന്നാലോ അല്ലെങ്കിൽ വീട്ടിനടുത്തല്ല ഇന്ന് അവിടെ പോയി വചനം കേൾക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നെങ്കിൽ പരിശോധിക്കുക. ദൈവം പറയുന്നു അരുത്, ഛർദിൽ തിരിഞ്ഞു തിന്ന നായ്ക്കളെ പോലെ ആകരുത്. അല്ല, എന്റെ ആത്മാവ് അതിനോടാണ് അനുകൂലമാകുന്നെങ്കിൽ ശാസിക്കുക, വിട്ടുകളയുക, വചനത്തോടൊപ്പം നിൽക്കുക. ഓക്കെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനായി പിന്തിരിഞ്ഞ് വിഗ്രഹാരാധനയോട് ചേർന്നതിനാൽ ജീവപുസ്തകത്തിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെടും എന്ന് ശിക്ഷ ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായും യേശുക്രിസ്തുവിനെ മശികയായി സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന കൂടുതൽ കഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് യേശുക്രിസ്തു മശിക എന്ന് പറഞ്ഞാൽ, മശിക നമ്മൾ കേട്ട് ശീലിച്ചത് യേശുക്രിസ്തു എന്നാണ്. പക്ഷെ യഹോവ രക്ഷകൻ എന്നാണ് മശിക എന്ന വാക്കിന്റെ അർത്ഥം. യഹോവ തന്നെ, യെശയ്യാ പ്രവാചകൻ 25:9 പറയുന്നു, യഹോവ തന്നെ വന്ന് രക്ഷിക്കും, അവൻ ദൈവം തന്നെ. ഓക്കെ, ഇത് വേറെ പഠിപ്പിക്കുന്ന ശിക്ഷാവിധിക്കാണ്. സങ്കീർത്തനം 69 യേശുക്രിസ്തു നൽകിയ പീഡകളെ കുറിച്ച് പറയുന്നത് 21 മുതൽ 28 വരെ. സങ്കീർത്തനം 69:21-20. അവൻ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ അര എപ്പോഴും ആടുമാറാകട്ടെ. എന്താണ് ആത്മക്കണ്ണ്? ദൈവത്തിന്റെ വചനം അവരോട് പറഞ്ഞിട്ട് കേട്ട് വിശ്വസിക്കാതെ ജ്ഞാനത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവരുടെ ആത്മക്കണ്ണ് അടഞ്ഞു പോകട്ടെ എന്നാണ്. പിന്നെ സത്യം പറഞ്ഞു കൊടുത്താലും ഗ്രഹിക്കില്ല. പിന്നെ അവരുടെ അര ആടിപ്പോട്ടെ. എന്താണ് അര? ഇവിടെ പകുതി അവിടെ പകുതി, ശീതോഷവാൻ, ഓരോ കാറ്റിനാൽ ആടി ഉലയുന്ന ഓടാമ്പൽ പോലെ ഒന്നിലും ഉറക്കില്ല. അതും ആ ആരാധനയും ശരി, അവിടുത്തെ അഭിഷേകവും ശരി, ആ സ്നാനവും ശരി, ഈ സ്നാനവും ശരി എന്നല്ല. ദൈവത്തിന്റെ വചനം ഒരിക്കൽ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമല്ല. അവരുടെ അര എപ്പോഴും ആടുമാറാകട്ടെ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ, നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അതായത് ദൈവാത്മാവ് നിറയേണ്ട ഹൃദയം ശൂന്യമായി പോകും. അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു, നീ മുറിവേൽപ്പിച്ചവരുടെ വേദന അവർ വിവരിക്കുന്നു. കണ്ടോ, എന്താണ്? നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. ദൈവം ദണ്ഡിപ്പിച്ചത് കർത്താവിന്, യേശുവിനെ നമ്മുടെ പീഡനനിമിത്തം അവർ അവനെ ഉപദ്രവിക്കുന്നു എന്നാണ്. ആരെ? ആ ശരീരത്തിന്റെ ഭാഗമായ നമ്മെയും. ഈ സ്നാനം വേണ്ട എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിനെയും തന്നെയാണ് അവർ ഉപദ്രവിക്കുന്നത്. എന്നിട്ടോ നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണ്, മണവാട്ടിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മുറിവേറ്റത്. ഇതെല്ലാം അവർ വിവരിച്ച് പറയും. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ. കണ്ട, അകൃത്യം എന്താ? ഇതെല്ലാം തള്ളിക്കളഞ്ഞത്.
നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ. കണ്ടോ, നീതി എന്താ? നീതി എങ്ങനെ ലഭിക്കുന്നത്? വിശ്വാസത്താൽ. നീതിമാൻ റോമർ 5:1 നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനമാണ് സ്നാനമെന്നും അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്നും ഏറ്റു പറയുന്നുണ്ട്. അത് വിശ്വസിച്ചിട്ട് അത് പ്രവർത്തിക്കാത്തതിനാൽ അവർക്ക് നീതി പോലും ലഭിക്കുകയില്ല. അപ്പോൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്നവർക്ക് നീതീകരണം പോലും ലഭിക്കാത്തവരാണ്. പിന്നെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? എങ്ങനെയാണ് സ്വർഗീയ പ്രവേശനം ഉണ്ടാകുന്നത്? ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ നീ അവരെ എഴുതരുതേ. കണ്ടോ, ആരുടെ? വിശുദ്ധന്മാരുടെ കൂടെ അല്ല, നീതിമാന്മാരുടെ കൂടെ. ഹല്ലേലൂയ. അപ്പൊ ജീവോസ്തൽ പേരുള്ള മണവാട്ടിയുടെ പേരാണോ? ആരുടെ പേരാണ്? രണ്ടുപേരുടെ പേരും ജീവോസ്തലുണ്ട്. മണവാട്ടിയുടെ പേര് ജീവോസ്തലുണ്ട്, നീതിമാന്റെ പേരുമുണ്ട്. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതി രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നതിന് തീരിടില്ലല്ലോ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തന്നെ. ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്ന അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നമ്മളത് തിരിച്ചറിയണം. നമ്മുടെ കൂടെ ഉള്ളവർ ഇന്നും അവിടെ ഇരിക്കുകയാണ്. ജീവപുസ്തകത്തിൽ പേരുള്ളവരല്ല. നോക്കൂ, യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് വിവരിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നുണ്ട്. അവരുടെ മുമ്പിൽ തന്നെ ട്രാക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവരെ നമ്മളെ ഉപദ്രവിക്കുകയാണ്. അകൃത്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അവരുടെ പേർ ജീവപുസ്തകത്തിൽ മായ്ക്കുക. അവർ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നു. അതായത് നോഹ രണ്ടാമത്തെ ഗണത്തിലും ഹാനോക്ക് ആദ്യ ഗണത്തിലും രണ്ടുപേരുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഇനിയും അങ്ങനെ തന്നെ വിശുദ്ധന്മാരുടെ പേരുണ്ടായിരിക്കും, നീതിമാന്മാരുടെ പേരുണ്ടായിരിക്കും. ഇവിടെ പറയുന്നത് എന്താ? നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ. നോക്കൂ, യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവരെ വിട്ട് ജാതികളിലേക്ക് തിരിഞ്ഞു. നമ്മളാണത്. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരിക്കുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞത് നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു. കണ്ടോ, ഈ ക്രൂശ് മരണടക്ക പുനരുദ്ധാനത്തോട് അവർ ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളാണ്. ഈ കാണുന്ന പള്ളിക്കാർ മുഴുവനും ഏത് സഭയായാലും യേശുനാമ സഭ എന്ന് പറഞ്ഞിരുന്നാലും തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാ? വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. പക്ഷെ അവർ വീണ്ടും തെറ്റായ മന്ന കഴിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ പരിശുദ്ധാത്മാവ് ലഭിക്കില്ല. അവരുടെ അര ആടിപ്പോട്ടെ, അവിടെയും ഇവിടെയും കൂടെ നിൽക്കാൻ പാടില്ല. ഇത് ദൈവത്തിന്റെ വചനം. അതാ ഞാൻ പറഞ്ഞത്, ഇനി കാലം ഉണ്ടാവുകയില്ല. അടുത്ത സെക്കൻഡിൽ കർത്താവ് വന്നാൽ അവിടെ ഇവിടെയും കൂടെ ഇരിക്കുന്ന യേശുനാമ സഭയിൽ സ്നാനപ്പെട്ടിട്ടിരുന്നു എന്ന് പറഞ്ഞാലും TPM-ലെ പെന്തക്കോസ്തലിലെ എവിടെ ഇരുന്നു എന്ന് പറഞ്ഞാലും മരണം നിശ്ചയം. മന്ന തെറ്റായതാണ്. ഏദൻ തോട്ടത്തിൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ മരണം ഇന്നുവരെയും കടന്നു വരുന്നെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഈ വിശ്വസിക്കുന്ന സഭകൾ തന്നെ എന്തെല്ലാം തെറ്റ് പഠിപ്പിച്ചിട്ടും ഞാനും അവരുടെ ഇടയിൽ വേർപെട്ടവനാണ് എന്ന് അവിടെ ഇരുന്നോന്നല്ല യേശു പറഞ്ഞത്. വെളിപ്പാട് 18 തന്നെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവിൻ. യേശു വിളിച്ചു പുറത്തേക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. യേശു എപ്പോഴും ഒരു ദൂതനെ അയച്ചാൽ ആദ്യം എന്ന് പറയുന്നത് വേർപാട്. അവരെ വിട്ടു വേർപിരിയുവിൻ. ഇത് ദൈവ ഇഷ്ടം ഇന്നും അത് തന്നെയാണ്. ആ വേർപാടിന് വേണ്ടി ആ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വേർപെടാതെ ഇരുന്നാൽ ആലോചിച്ച് നോക്കൂ, ആരെ അവിശ്വസിക്കുന്നു? ദൈവത്തെ തന്നെ അവിശ്വസിക്കുന്നു. അപ്പോൾ അവര് ദൈവത്തെ തന്നെ തള്ളിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നു. ഇന്ന് ലോകത്ത് നമ്മുടെ ബന്ധുമിത്രാദികളുടെ വെളിച്ചം നമ്മളാണ്. നമ്മളെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ വചനം, നമ്മൾ പറയുന്ന വചനമാണ് അവരുടെ വെളിച്ചം എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്നവർ പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും അത് വിശ്വസിച്ചു. കണ്ടോ, നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവരല്ലാതെ ആരും വിശ്വസിക്കില്ല. അപ്പോസ്തല പ്രവൃത്തി 13:46 മുതൽ 48 വചനമാണ് ഇപ്പൊ വായിച്ചത്. ഇസ്രായേൽ മക്കളുടെ പേരുകളെല്ലാം ജീവപുസ്തകത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. കണ്ടോ, എല്ലാവരുടെയും പേര് മായ്ച്ചു കളഞ്ഞില്ല. അവരിൽ അനേകർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ജാതികളുടെ സഭാകാലത്തിൽ സഭയുടെ ഭാഗമായി യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് വന്നു ചേരും. ആര്? ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇസ്രായേൽ മക്കളുടെ പേരുകൾ എല്ലാം ജീവപുസ്തകത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. അവരിൽ
അനേകർ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലൂടെ ജാതികളുടെ സഭാകാലത്തിൽ സഭയുടെ ഭാഗമായി യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ വന്നു ചേരും. ആ 144,000 പേരല്ല. ഇപ്പോഴും ഇസ്രായേലിൽ അനേകം പേര് നമ്മുടെ ഈ വിശ്വസിക്കുന്നവരുണ്ട്. അവര് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ചേർന്ന് മണവാട്ടിയായി പോകും. ബാക്കിയുള്ളവരോ ഈ പോകുന്ന മണവാട്ടിയുടെ ദാസനും ദാസിയായിട്ടേ വരുള്ളൂ. ഇവിടെ നിർത്തുന്നു. ജോസഫ് മിസ്രൈം പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ അതാണ് മണവാട്ടി. ആ മിസ്രൈംകാരിയ പാപികളാണ് നമ്മൾ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ യോസെഫിന്റെ സഹോദരങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? അവർ അവിടെ വിശ്വസിച്ചു. ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞെങ്കിലും ഈ മണവാട്ടിക്കും മണവാളിനും വേണ്ടിയിട്ട് സേവ ചെയ്യുകയായിരുന്നു. ആഹാരം ഉണ്ടാകണം, അവിടെ കൃഷി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ 144,000 പേര് അവരുടെ സേവകരായിട്ട് വരുള്ളൂ. മണവാട്ടി നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. അതിന് പൂർണ്ണമായും ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളും സ്വയം പ്രാർത്ഥിക്കുക. കേട്ട വചനപ്രകാരം നമ്മെ അങ്ങ് നിലനിർത്തുവാൻ തക്കവണ്ണം പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന കേട്ടോണ്ടിരിക്കാനല്ല, നിങ്ങളുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് വരണം. അത് കർത്താവ് അറ്റസ്റ്റ് ചെയ്യും. പ്രാർത്ഥിക്കും. കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുന്നു, അതുപോലെ ഇന്ന് വന്നു പോകുന്നതിനല്ല കർത്താവെ. ഓരോ ഞായറാഴ്ചയും വരുന്നത് യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്ന് പുതുക്കം പ്രാപിച്ച് ജീവന്റെ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വീണ്ടും വീണ്ടും ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് കർത്താവെ. ഇത് വചനം പറഞ്ഞ് ഞാനായിരുന്നാലും കേട്ടിരുന്ന വിശ്വാസിയായിരുന്നാലും കർത്താവെ, തങ്ങളെ തന്നെ അതിന് വചനത്തിന് വിരുദ്ധമായിരിക്കാതെ ആ വചനത്തോട് ചേർന്ന് പോകാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ പരിശോധന ദൈവം മുന്നമേ വെച്ചിട്ടുണ്ടോ. ആ പരിശോധന വരുമ്പോഴാണ് ഞാൻ ജയിച്ചവനാകുന്നത്. തോറ്റുപോകുന്നവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ക്കുക തന്നെ ചെയ്യും. ഞാനും ജയിച്ചെന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടൊപ്പം ഇരുത്തും. പിതാവിനോട് കൂടെ അല്ല. അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ തന്നെ അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടി ഇരുത്തും. കരുണയുള്ള കർത്താവെ, ദൈവത്തിന്റെ വചനത്തോട് വെളിപ്പാടിനോടുകൂടെ വിശ്വസ്തയോടെ നിൽപ്പാൻ, ലോകത്തിന്റെ സാഹചര്യത്തോടുകൂടി അല്ല കർത്താവെ. പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം ആ നൽകുമ്പോഴും ഹൃദയം കൊണ്ട് അകലെയാണെങ്കിൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. വീണ്ടും കർത്താവെ കർത്താവെ എന്ന് വിളിക്കേണ്ടി വരും. അതുകൊണ്ട് പൂർണ്ണമായും ഗൗരവത്തോടുകൂടി സീരിയസ് മനസ്സിലാക്കി, ക്രിസ്തുവിനെ മനസ്സിലാക്കി, വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, അവൻ പകുതി വഴി കൊണ്ട് ഇട്ടിട്ട് പോകുന്നതല്ല. ആ പ്രവർത്തിക്കുന്ന ദൈവം പകുതി വഴിയിൽ വെച്ച് പ്രവർത്തിക്കാതെ ആകുന്നുവെങ്കിൽ നാം ആ ട്രാക്കിൽ നിന്നും മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആ നാമത്തിൽ ആ വഴിയിൽ നിൽക്കുന്നവർക്ക് ദൈവം നന്മയും കരുണയും ജീവാംശവും ജീവകാലം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്നില്ലെങ്കിൽ മാറിപ്പോയവരുടെ ഗണത്തിലാണ്. തിരികെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവൻ. കരുണയുള്ള കർത്താവെ, നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി ക്ഷമിച്ച് ലഭിച്ച ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് നിൽപ്പാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമം മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.